ഇന്ന് നല്ലൊരു സുപ്രഭാതം നൽകിയ സർവേശ്വരനോട് അല്പനേരം നമുക്ക് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. താങ്ക് യു ഓൾ. എന്റെ പേര് ദേവി, ഞാൻ ആലപ്പുഴക്കാരിയാണ്. ഇന്ന് നമുക്ക് വുമൺ എംപവർമെന്റിനെ പറ്റി ക്ലാസ് എടുക്കാൻ എത്തുന്നത് ആലപ്പുഴക്കാരുടെ എല്ലാവരുടെയും ഗ്രേറ്റ് ലീഡറും എന്റെ ഗ്രേറ്റ് ലീഡറും പോരാതെ ഞങ്ങളുടെ ആലപ്പുഴക്കാരുടെ എല്ലാവരുടെയും ഗ്രേറ്റ് ലീഡറും ഏതൊരു ചലഞ്ച് വെച്ചാലും നമുക്ക് അത് ആദ്യമേ അച്ചീവ് ചെയ്യുന്ന ആരാധന ആലപ്പുഴയിൽ ആരാധന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. അതുപോലെ ഞങ്ങളുടെ ഏത് ചലഞ്ച് എറണാകുളത്ത് എവിടെ ആയിക്കോട്ടെ, യുഡസാറോ ഡാൻസർ ആരായാലും ഏതൊരു ചലഞ്ച് വെച്ചാലും അത് ഏറ്റവും ആദ്യം അച്ചീവ് ചെയ്യുന്നത് പോരാതെ നമ്മുടെ കേരളത്തിലെ തന്നെ ഫസ്റ്റ് ലേഡി തായ്ലൻഡ് അച്ചീവറും കൂടി ആയ സുജമോൾ മാഡമാണ് നമുക്ക് ഇന്ന് വുമൺ എംപവർമെന്റിനെ പറ്റി ക്ലാസ് എടുക്കാൻ എത്തുന്നത്. വെൽക്കം സുജ മാഡം. ഓക്കെ, താങ്ക് യു ദേവി. ഗുഡ് മോർണിംഗ് ഓൾ ലീഡേഴ്സ്. MC ആയിട്ടിരിക്കുന്ന ദേവി എൻ്റെ സിസ്റ്റർ കൂടിയാണ്, എൻ്റെ ബ്രദറിന്റെ വൈഫ്. പുള്ളിക്കാരി ഹോട്ടൽ മാനേജ്മെന്റ് പാസ്സായിട്ട് മാരാരി റിസോർട്ട് എന്ന് പറയുന്ന ആലപ്പുഴയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പൊ പുള്ളിക്കാരി മെക്കാനിസം പഠിച്ചിട്ട്, എൻ്റെ ബ്രദർ മെക്കാനിക്കാണ്. അപ്പോ അത് പുള്ളിക്കാരി കൂടെ ഇപ്പൊ പ്രൊഫഷണൽ ആയിട്ട് മെക്കാനിസം പഠിച്ചിട്ട്, അതായത് ആലപ്പുഴ ജില്ലയിൽ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് ഒരു ലേഡി മെക്കാനിക് ഉള്ളത്. ആ ക്രെഡിറ്റ് കൂടെ ദേവിക്കുള്ളതാണ്. കാരണം ഫസ്റ്റ് ആദ്യത്തെ നമ്മുടെ ആലപ്പുഴയിലെ ഒരു, അതായത് ഹസ്ബൻഡിന്റെ കൂടെ തന്നെ ഒരു 2 വീലർ മെക്കാനിക് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആള് എന്റെ കൂടെ ഇവിടെ വന്നിട്ട് ഇപ്പൊ ഒരു 3-4 മാസം ആകുന്നു. അവര് ഹസ്ബൻഡും വൈഫും കൂടെ ഒന്നിച്ചാണ് വർക്ക് ചെയ്യുന്നത്. എല്ലാ കാര്യത്തിലും അവർ ഒന്നിച്ചാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അവിടെ പ്രോഗ്രാമിനോ കാര്യങ്ങൾക്കോ വന്നാലും ഹസ്ബൻഡും വൈഫും കൂടെ ഒന്നിച്ചാണ് വരുന്നത്. അവരെല്ലാ കാര്യങ്ങളും ഒന്നിച്ചാണ് ചെയ്യുന്നത്. ഏകദേശം നമ്മുടെ ബയോട്ടോറിയത്തിലൂടെ അവർ ഏകദേശം ഒരു 50,000 രൂപയോളം അവർ നേടിയിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് ഇതിൽ എൻ്റെ അച്ഛനും അമ്മയും, അവരും ജോഡിയായിട്ട് ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് എവിടെ പോയാലും അവരും ഒന്നിച്ചാണ് പോകുന്നത്. അത് കണ്ടാണ് ഞാനും ഈ വളർന്നു വന്നിരിക്കുന്നത്. അപ്പോ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം. എല്ലാവർക്കും ആദ്യം എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് സുജാമോൾ. ഞാൻ ആലപ്പുഴ ജില്ലയിൽ നിന്നാണ്. ഞാൻ ഓൾറെഡി ഞാൻ ഒരു LIC ഇൻഷുറൻസ് അഡ്വൈസർ ആണ്. 14 വർഷമായി LIC മേഖലയിലെ ഇൻഷുറൻസ് അഡ്വൈസറായിട്ട് ജോലി ചെയ്യുന്നു. എൻ്റെ പഠനകാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ +2 കഴിഞ്ഞ ഉള്ളൊരു സമയത്ത് എനിക്ക് തോന്നി ഒരു ജോലിയാണ് അത്യാവശ്യം. അതുകൊണ്ട് പഠനം നമുക്ക് ഇവിടെ വെച്ച് നിർത്തിയിട്ട് ഒരു ജോലി നോക്കാമെന്നുള്ള രീതിയിൽ ഞാൻ ഒരു ലാബ് ടെക്നീഷ്യൻ കോഴ്സ് പഠിച്ചു. അത് പാസ്സായി. അപ്പൊ എനിക്ക് തോന്നി വർക്ക് ചെയ്യാമെന്ന്. അങ്ങനെ ഒരു ഹോസ്പിറ്റൽ വർക്ക് കിട്ടുന്നത്, ഞാൻ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. വർക്ക് ചെയ്യേ ശമ്പളം കിട്ടുന്നുണ്ട്, അത് കൊണ്ടുവന്ന് വിടും. ആദ്യമൊക്കെ സന്തോഷമായിരുന്നു. പക്ഷെ പോകെ പോകെ എനിക്ക് തോന്നി ഞാൻ ആ ഹോസ്പിറ്റലിൽ നിന്ന് കഴിഞ്ഞാൽ എന്റെ ജീവിതം അവിടെ കൊണ്ട് തന്നെ ഇതായി പോകും. കാരണം എനിക്ക് മുന്നോട്ട് എന്തൊക്കെയോ നേടാനുണ്ട്, എന്തൊക്കെയോ കാര്യങ്ങൾ നേടിയെടുക്കാനുണ്ട്. കാരണം അന്ന് തൊട്ടേ മനസ്സിൽ ബിസിനസ് കിടപ്പുണ്ട്. അപ്പോ ആ ടൈമിന് ഞാൻ കരുതുന്നത്, എന്നാൽ നമുക്ക് ഇവിടെ വെച്ച് ഇനി എന്തായാലും ഈ ജോലി ഒന്ന് അവസാനിപ്പിക്കാം. തൽക്കാലം എന്റെ പഠനം പാതി വഴിയിൽ നിർത്തിയിട്ടാണ് ഞാൻ നിൽക്കുന്നത്. അതുകൊണ്ടൊന്ന് ഇനി അത് കണ്ടിന്യൂ ചെയ്യാം. അങ്ങനെ ഞാൻ ആ 2 വർഷം ഒന്ന് കളഞ്ഞിട്ടാണ് ഞാൻ ഡിഗ്രി ചെയ്യുന്നത്. BA എക്കണോമിക്സ് ആയിരുന്നു. അന്ന് ഞാൻ എടുക്കുമ്പോൾ ഞാൻ LICയിൽ ജോയിൻ ചെയ്യുകയും അതോടൊപ്പം തന്നെ അതിന്റെ വർക്ക് കാര്യങ്ങൾ, കാരണം നേരത്തെ തന്നെ ഞാൻ LICയിൽ ജോയിൻ ചെയ്തു. കാരണം പാർട്ട് ടൈം ആയിട്ട് ആ സമയത്ത് ഞാൻ വർക്ക് ചെയ്ത് എന്റെ അച്ഛനും അമ്മയും ബുദ്ധിമുട്ടിക്കാതെ എങ്ങനെ എനിക്ക് പഠിച്ചു വരാമെന്നായിരുന്നു എന്റെ അന്നത്തെയും ചിന്ത. സ്വന്തമായിട്ട് കാര്യങ്ങൾക്ക് വരുമാനം സ്വന്തമായി ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു. അങ്ങനെ ഞാൻ BA എക്കണോമിക്സ് എടുക്കുന്നു. ഞാൻ പഠിക്കുന്നത്, എനിക്ക് രാവിലെ വർക്ക് ഉണ്ടാവും LICയുടെ. അപ്പൊ രാവിലെ ഞാൻ ഫീൽഡിൽ പോവും. ആ വർക്ക് കഴിഞ്ഞ് വന്നിട്ടാണ് ഞാൻ ക്ലാസ്സിന് ഓടിക്കയറുന്നത്. അപ്പൊ എൻ്റെ ഒപ്പം ആ ടൈമിന് ഞാൻ പ്രൈവറ്റ് ആയിട്ടാണ് BA എടുക്കുന്നത്. ആലപ്പുഴയിലാണ് എടുത്തത്. കേരള യൂണിവേഴ്സിറ്റിയുടെ ആണ് പഠിച്ചുകൊണ്ടിരിക്കണേ. എൻ്റെ ഒപ്പം വരുന്ന പിള്ളേര്, ആ കുട്ടികളെ മാതാപിതാക്കൾ അവിടുന്ന് അവരുടെ ചെലവില് പഠിക്കാനായിട്ട് വിടുന്നതാണ്. അപ്പോ ആ കുട്ടികളും വർക്ക് ചെയ്തിട്ട് ഓടി വരുന്ന ഞാനും. ഇതിനിടയ്ക്ക് ക്ലാസ്സിൽ ചില കാര്യങ്ങൾ എൻ്റെ ഇടയ്ക്ക് ചോദിക്കുന്നുണ്ട്, പഠിക്കാനുള്ള കാര്യങ്ങൾ, അതെല്ലാം ഞാൻ കൃത്യമായി ചെയ്യുകയും അതോടൊപ്പം തന്നെ അവരോടൊപ്പം തന്നെ എത്താനുള്ള ഒരു ശ്രമത്തിലാണ് ആ ടൈമിനെ തൊട്ട്. ആ സമയത്തിനിടയ്ക്ക് ഞാൻ ടൈം കിട്ടുമ്പോൾ, കാരണം ഇവിടുന്ന് ആലപ്പുഴ വരെ ഓടണമെന്നുണ്ടെങ്കിൽ പെട്രോൾ ചാർജ് വേണം ആ സമയത്ത്. അപ്പൊ അതിന് ഞാൻ കണ്ടെത്തിയ മാർഗം
അന്ന് ഈ ഗോൾഡ് ഫിനാൻസുകാരുണ്ട്, അവർക്ക് ഗോൾഡ് കറക്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ കമ്മീഷനായിട്ട് തരും. അത് അന്ന് തൊട്ടേ ഞാൻ അന്നേരം എനിക്ക് എക്സ്പെൻസ് വേറെ വേണം എന്ന് കരുതി ഞാൻ അതിന്റെ വർക്ക് കൂടെ ചെയ്യും. ഓൾറെഡി ഞാൻ ഫീൽഡിലാണ്. അതിലൂടെ തന്നെ ഈ ഗോൾഡിന്റെ തന്നെയാണല്ലോ, ഇപ്പം ലേഡീസ് ആണ് സംസാരിച്ച് കഴിയുമ്പോൾ അവർ ഗോൾഡ് എടുക്കും. ആ ഗോൾഡിനോടെ തന്നെ എനിക്ക് കമ്മീഷൻ കിട്ടുന്നത് കൊണ്ട് ഞാൻ അത് എന്റെ പെട്രോൾ ചെലവിനുള്ള കാശായിട്ട് എടുത്തു. അങ്ങനെ ഞാൻ LICയുടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇത് എക്സ്ട്രാ കിട്ടുന്ന വരുമാനം വെച്ച് ഞാൻ മുന്നോട്ട് പോകുന്നുണ്ട്. അതിനിടയിലാണ് ഞാൻ ഓടി നടന്ന് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വന്ന് ക്ലാസ്സിൽ കയറുന്നത്. ചില സമയത്ത് essay ഒക്കെ പഠിച്ചിട്ട് കേൾപ്പിക്കാനുണ്ടാവും. അതിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് അവരുടെ ഒപ്പം സ്പീഡിൽ പറയാൻ പറ്റാത്ത സാഹചര്യത്തിൽ എനിക്ക് സാർ എന്നെ ശിക്ഷിച്ചിട്ടുണ്ട്. പക്ഷെ അതെല്ലാം എന്റെ നല്ലതിന് വേണ്ടിയായിരുന്നു. കാരണം ആ ക്ലാസ്സിലേക്ക് റിസൾട്ട് വന്നപ്പോ ഏറ്റവും ടോപ്പ് മാർക്ക് എനിക്ക്, അത്രയും കുട്ടികൾ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ അപ്പൊ ആ സാറ് തന്നെ എന്നെ മോട്ടിവേറ്റ് ചെയ്ത. കാരണം സുജമോൾക്ക് ഇനി എന്തെടുക്കാനാണ് ആഗ്രഹം എന്നാണ് എന്നോട് ചോദിച്ചത്. കാരണം അത്രയും കുട്ടികളെ വീട്ടിൽ നിന്ന് മാതാപിതാക്കൾ കാശ് മുടക്കി കൊടുക്കുമ്പോൾ ഞാൻ എന്റെ അച്ഛനും അമ്മയും തരില്ല എന്നല്ല, എന്റെ അച്ഛനും അമ്മയും ബുദ്ധിമുട്ടിക്കാതെ എനിക്ക് കാശുണ്ടാക്കി ഞാൻ പഠിക്കണമെന്നായിരുന്നു ആഗ്രഹം. അപ്പോ അതിലൂടെ ഞാൻ അത്രയും അച്ചീവ്മെന്റ് എടുത്തപ്പോ അവർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം അവിടുത്തെ ഒരു ടോപ്പ് മാർക്കറായി മാറി ഞാൻ അവിടെ. സാറാണ് എന്നോട് ചോദിച്ചത്. അപ്പൊ ഞാൻ അന്നേ പറഞ്ഞിരുന്നു, സാറേ എനിക്ക് MBA ചെയ്യണം, എനിക്ക് ബിസിനസ് ചെയ്യാനാണ് ആഗ്രഹം, അതുകൊണ്ട് എനിക്ക് ഇനിയും പഠിക്കണമെന്നാ പറഞ്ഞത്. അപ്പൊ സാർ അതിന് വേണ്ടുന്ന എനിക്ക് മാർഗനിർദ്ദേശങ്ങൾ തന്നു. കേരള യൂണിവേഴ്സിറ്റിയുടെ തന്നെ MBA മാർക്കറ്റിംഗ് ആൻഡ് HR ഞാൻ എടുത്തു. ഞാൻ ആ കോഴ്സിന് ചേർന്ന് പഠിച്ചു. അത് പഠിക്കുന്ന സമയത്ത് ഞാൻ LICയുടെ വർക്ക് വിട്ടിട്ടില്ല, കാരണം എനിക്ക് ഫീസ് അടയ്ക്കണം അവിടെ. അപ്പൊ അതിന് ഞാൻ മാക്സിമം വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കാതെ, എന്നാൽ എന്റെ അമ്മ എല്ലാ കാര്യത്തിനും എന്റെ കൂടെ തന്നെയുണ്ട്. എന്റെ അമ്മയാണ് എന്നെ എല്ലാം കൊണ്ടുപോകുന്നതും ചേർക്കുന്നതും എല്ലാ കാര്യത്തിലും. എന്നാലും അവരെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. അതൊരു ചെറുതിലെ മുതലുള്ള ഒരു ആഗ്രഹമായതുകൊണ്ട് ആ സമയത്ത് ഞാൻ LICയുടെ വർക്ക് ചെയ്യുമായിരുന്നു, ഫീൽഡിൽ പോകും. ആ സമയത്ത് ഗവൺമെന്റ് ഒരു സ്റ്റഡ് പ്രോജക്റ്റ് ഉണ്ടായിരുന്നു, അതായത് ലേഡീസിന് വേണ്ടി പഠിപ്പിക്കുന്ന. അത് ഞാൻ എവിടെ ഉണ്ടെങ്കിലും ലേഡീസിന് വേണ്ടി എന്തുണ്ടെങ്കിലും കണ്ടുപിടിക്കുമായിരുന്നു അന്ന് പഠിക്കാനുള്ള കാര്യങ്ങൾ. അത് പഠിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വീടുകളിലൊക്കെയുള്ള ട്യൂബ് ലൈറ്റിന്റെ ചോക്ക് ഉണ്ടാക്കുക, TV നന്നാക്കുക, ടോർച്ചിന്റെ ലൈറ്റ് ബാറ്ററി അങ്ങനെ പോയാൽ അതൊക്കെ ശരിയാക്കുന്ന ഒരു അത് സാധാരണ ആൺകുട്ടികളാണ് ചെയ്യുന്നത്. സ്റ്റൈഫൻഡ് ഉദ്ദേശിച്ചാണ് എന്റെ കൂടെയുള്ള കൂട്ടുകാര് അതിൽ പോകുന്നത്. അവരെന്നോട് പറഞ്ഞു, നമുക്ക് ഇങ്ങനെ ഒരു ഇതുണ്ട്, ഗവൺമെന്റിൽ നിന്ന് അതിനകത്തുനിന്ന് നമുക്കൊരു ആനുകൂല്യം കൂടെ കിട്ടും, നമുക്കത് നോക്കിയാലോ, ഒരു 2 മണിക്കൂറത്തെ ക്ലാസ്സേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ റെഡി. കാരണം എനിക്ക് മൾട്ടി ടാസ്കിങ് ഭയങ്കര ഇഷ്ടമാണ്. ഒരേ ടൈമിന് തന്നെ ഞാൻ 2-3 ഒക്കെ കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആയിരിക്കും. അങ്ങനെ രാവിലെ ഞാൻ ഫീൽഡ് വർക്ക് കഴിഞ്ഞ് എന്റെ കൂടെ തന്നെ ഒരു ചേച്ചി കൂടെ ഉണ്ട് LICയുടെ വർക്കിന്. ഞങ്ങൾ രണ്ടുപേരും കൂടി ആയിരുന്നു ആദ്യ കാലങ്ങളിൽ പോയിക്കൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് ആ പുള്ളിക്കാരത്തേക്ക് ജോലി കിട്ടുകയോ ചെയ്തത്, ഗവൺമെന്റ് ജോലി കിട്ടി. അപ്പൊ രാവിലെ 6 മണിക്ക് ഞങ്ങൾ ഫീൽഡിൽ പോയി കഴിഞ്ഞാൽ തിരിച്ച് എനിക്ക് ക്ലാസ്സിൽ 10 മണിയാകുമ്പോൾ കയറണം. ഓടിക്കൊണ്ടുവന്ന് പോളിസി കാര്യങ്ങളെല്ലാം സാറിനെ ഏൽപ്പിച്ചിട്ട് ഞാൻ ക്ലാസ്സിൽ കയറുക ചെയ്യുന്നത്. ക്ലാസ് കഴിഞ്ഞ് എനിക്ക് ഏകദേശം ഒരു ഉച്ച കഴിഞ്ഞ് ഫ്രീ ടൈം കിട്ടും. അപ്പൊ ചിലപ്പോൾ ഞങ്ങൾക്ക് നേരത്തെ പോരാ. ആ സമയത്ത് ഞാൻ ഈ സ്റ്റഡിന്റെ പ്രൊജക്റ്റിൽ അവിടെ പോയി പഠിക്കും. പക്ഷെ എന്റെ കൂടെ വന്ന കൂട്ടുകാരെല്ലാരും ആ സ്റ്റൈഫൻഡിന് വേണ്ടി മാത്രമാണ് അത് പഠിച്ചത്. പക്ഷെ ഞാനത് എന്തുകൊണ്ടോ എറണാകുളത്ത് നിന്ന് വരുന്ന ഒരു സാറെ എന്നെ പഠിപ്പിച്ച്, ഞാൻ ഈ TV എനിക്ക് അത്ര ഓക്കെ ആയില്ല എങ്കിലും ഞാൻ ഈ ട്യൂബ് ലൈറ്റിന്റെ ചോക്ക് ഉണ്ടാക്കാനായിട്ട് പഠിച്ചു. ആ സമയത്ത് ഞാനിവിടെ വന്നിട്ട് അതിവിടെ ഉണ്ടാക്കി നോക്കി. അത് ഞാൻ തൊട്ടടുത്ത കടയിൽ ഒന്ന് കൊണ്ടുപോയി. ആദ്യം എന്റെ വീടിന്റെ പരിസരത്തുള്ളവർക്ക് കൊടുത്തു. അത് കൊടുത്തു നിസ്സാര സാധനങ്ങളാണ് വെച്ചത് ഉണ്ടാക്കുന്നത്, ഡയോഡും കപ്പാസിറ്ററും ഒക്കെ വെച്ച്. അങ്ങനെ ഞാനത് ഉണ്ടാക്കിയത് കൊണ്ടുവന്ന് കൊടുത്തു കഴിയുമ്പോൾ അവരെനിക്ക് ക്യാഷ്, അവര് വെറുതെ വാങ്ങുന്നില്ല, ക്യാഷ് ആയിട്ട് തരാമെന്ന്. അപ്പൊ ഞാൻ ഓർത്തു അതൊരു നല്ല ഐഡിയ ആണല്ലോ, എനിക്ക് എക്സ്പെൻസ് ആവുന്നുണ്ട് വേറെ കാര്യങ്ങൾക്കും. അപ്പൊ എന്തായാലും എനിക്ക് അതുകൂടി ഇരിക്കട്ടെ എന്ന് കരുതി ഞാൻ അതുകൂടെ ഫ്രീ ടൈം കിട്ടുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ തുടങ്ങി. അത് തൊട്ടടുത്ത കടകളിൽ, അതായത് ഈ ആലപ്പുഴയിലുള്ള തൊട്ടടുത്ത കടകളിൽ ഞാൻ കൊണ്ടുവന്ന് കൊടുക്കാൻ തുടങ്ങി. അവരെന്തൊക്കെയാണ് അത് വാങ്ങി. ആ ടൈമിൽ ഞാൻ വളരെ ഹാപ്പിയാണ്. കാരണം എന്റെ പഠനം കൊണ്ടുപോകുന്നുണ്ട്, എന്റെ വർക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഇതിനിടയിൽ ഞാൻ LICയിൽ എന്റെ DO വെക്കുന്ന അച്ചീവ്മെന്റുകളൊക്കെ ഞാൻ നേടുന്നുണ്ട്. കാരണം എന്റെ പവർഫുൾ ആയിരുന്നു ആ ടൈമിൽ ഉണ്ടായിരുന്ന എന്റെ DO. ആ സമയത്തെ ഫീൽഡിൽ പോകുന്നതുകൊണ്ടായിരിക്കാം എനിക്ക് എല്ലാ ആൾക്കാരുമായിട്ടും നല്ലൊരു ബന്ധം സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഞാൻ MBA എടുക്കുന്നു. MBAയിലും ഇതുപോലെ തന്നെയാണ്, ഞാൻ വർക്ക് വിടാതെ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷെ അവിടെയും റിസൾട്ട് വന്നപ്പോൾ സെക്കൻഡ് ആണ് എനിക്ക് അവിടെ കോളേജിൽ മൊത്തത്തിലുള്ളതിൽ തന്നെ. എങ്കിലും അവരെയൊക്കെ മാതാപിതാക്കൾ വിടുന്നു, ഞാൻ ഓടി നടന്ന് ജോലി ചെയ്തിട്ടും വരുന്നു. അപ്പോ അവിടെയും ഞാൻ അത്
ആ ഒരു അച്ചീവ്മെന്റ് എടുക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ എന്റെ കൂടെയുള്ളവരെല്ലാം ഇപ്പൊ ഇന്ന് ഗൾഫിലാണ്, പല സ്ഥലങ്ങളിലായിട്ട് MBA എടുത്തവരെല്ലാവരും ജോലി ചെയ്യുന്നു. പക്ഷെ എനിക്ക് അന്ന് തൊട്ടേ മനസ്സിൽ ആഗ്രഹം ഒരു ബിസിനസ് ചെയ്യണമെന്നായിരുന്നു. അങ്ങനെ ഞാൻ ആ ബിസിനസിന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എനിക്ക് ഹൈദരാബാദിലാണ് പ്രൊജക്ട് വർക്ക് കിട്ടിയിരുന്നത്. ഞാൻ അവിടെ 1 മാസത്തോളം അതിന്റെ പ്രൊജക്ട് വർക്ക് കഴിഞ്ഞു. തിരിച്ച് നാട്ടിലെത്തി കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു ബിസിനസ് ചെയ്യണം എന്നുള്ള രീതിയിൽ നിന്ന് ഞാൻ അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്ത് ലാസ്റ്റ് എനിക്ക് തമിഴ്നാട് വരെ ഒന്ന് പോകേണ്ടി വന്നു. കാരണം ഒരു ഒരു ഐഡിയ എന്റെ മനസ്സിലുണ്ടായിരുന്നു, പേപ്പർ ക്യാരി ബാഗ്. ആ സമയത്ത് അത് വരുന്നതേ ഉള്ളൂ, കാരണം പ്ലാസ്റ്റിക് നിരോധനം ആ ടൈമിൽ നിൽക്കുന്ന സമയം. അങ്ങനെ ഞാൻ പേപ്പർ ക്യാരി ബാഗിന്റെ മെഷീൻ പോയി നോക്കുന്നു. അവിടുന്ന് ഞാൻ മെഷീൻ എടുക്കുന്നു, തിരിച്ച് അതിനുള്ള സജ്ജീകരണങ്ങളൊക്കെ ചെയ്യുന്നു. ഈ സമയത്ത് എന്റെ മനസ്സിൽ അന്ന് തൊട്ടേയുള്ള ആഗ്രഹമാണ്, നമ്മൾ കേട്ടിട്ടില്ലേ, നമ്മൾ മനസ്സിൽ എന്ത് ആഗ്രഹിക്കുന്നു, അതിയായി ആഗ്രഹിക്കുന്നത് അത് നമുക്ക് പ്രപഞ്ചം നടത്തി തരുമെന്ന്. അതേപോലെ എന്റെ വലിയൊരു സ്വപ്നമാണ്, എനിക്കൊരു വീട് വേണം, എനിക്കൊരു വാഹനം വേണം. ഇതൊക്കെ ഈ സമയങ്ങളിൽ ഞാൻ അന്ന് അധ്വാനിച്ചുകൊണ്ടിരിക്കുന്ന, അതായത് LIC നിന്ന് കിട്ടുന്ന ഏത് പൈസയും ഞാൻ കളയാതെ സൂക്ഷിക്കുമായിരുന്നു. അന്ന് ബാക്കി സമയങ്ങളിൽ ഗോൾഡ് വാങ്ങുന്നുണ്ട്. അതിനിടയിലാണ് എനിക്ക് ഈ വീടിന്റെ സ്വപ്നം എന്നിലേക്ക് വരുന്നത്. അപ്പൊ ഞാൻ ആ സമയത്ത് ഒന്നും, കാരണം സമയം നമുക്ക് കടന്നു പോയിക്കൊണ്ടേയിരിക്കും, ആ പോകുന്ന സമയം എനിക്ക് തിരിച്ചു കിട്ടില്ല. അതുകൊണ്ട് ഞാൻ ആ സമയത്തെ ഒരു വീട് വെക്കാനുള്ള ഓട്ടത്തിലായി. അതുകൊണ്ട് ഒരു ലോണും എടുക്കാതെ ആ സമയത്ത് ഞാൻ ഒരു വീട് വെക്കാനായിട്ട് അതിന്റെ കാര്യങ്ങളെല്ലാം നീക്കുപോക്ക് ചെയ്തു. ഫൗണ്ടേഷൻ കെട്ടാനായിട്ട് അതിന്റെ കാര്യങ്ങളെല്ലാം ആൾക്കാരെ ഏൽപ്പിച്ചു. അവരതിന്റെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം ഞാൻ എനിക്ക് തോന്നുന്നു ആ സമയത്ത് എനിക്ക് ജനശ്രീ എന്ന് പറയുന്ന ഒരു സംഘം കൂടെ ഉണ്ട്. അതിൽ ഇവിടുത്തെ കാട്ടൂർ മണ്ഡലത്തിന്റെ സെക്രട്ടറി കൂടിയാണ് ഞാൻ. അതിലൊരു 53 സംഘങ്ങളുണ്ട്. അപ്പോ അതിന്റെ കാര്യങ്ങളും കൂടെ ആ സമയം ഞാൻ നോക്കുന്നുണ്ട്. ഈ സമയത്ത് അതില് ഒരു സംഘം, കാരണം വളരെ നല്ല രീതിയിൽ പോകുന്ന ഒരു സംഘമായിരുന്നു. അതിനകത്ത് ലേഡീസ് മാത്രമാണ് ഉള്ളത്. സോറി, ലേഡീസും ജെന്റ്സും ഉണ്ട്. കാരണം ഒരു അച്ഛനും അമ്മയ്ക്കും കുടുംബത്തിലുള്ള എല്ലാവർക്കും അതിനകത്ത് അംഗമാകാവുന്ന ആ സംഘം അങ്ങനെ കൊണ്ടുപോകുമ്പോൾ അതിലൊരു ചേച്ചി എന്റെ കൂടെ വളരെ നല്ല ബെസ്റ്റ് ഫ്രണ്ടായിട്ട് എന്റെ കൂടെ ആ സമയത്ത് ഉണ്ടാകുന്നുണ്ട്. പുള്ളിക്കാരിക്ക് സാമ്പത്തികപരമായി കുറച്ച് പ്രശ്നം നേരിടുന്ന സമയത്താണ് എന്റെ അടുക്കൽ എപ്പോഴും വന്ന് ക്യാഷ് ആയിട്ട് ചോദിക്കും. എനിക്ക് മടിയൊന്നുമില്ല, കാരണം ക്യാഷ് ഇവിടെ ഉള്ളത് കൊണ്ട് ഞാൻ അമ്മയോട് പറയുകയും ചെയ്യുന്നു, അമ്മ എന്താന്ന് വെച്ചാൽ ഡീൽ ചെയ്തുതരാം. കാരണം പുള്ളിക്കാരി എന്റെ കൂടെ നിൽക്കുമ്പോൾ വളരെ കൃത്യമായിട്ടാണ് നിൽക്കുന്നത്. അങ്ങനെ നിൽക്കുന്ന ഒരാൾക്ക് നമ്മൾ ഇന്ന് കാശ് കൊടുക്കുന്നു, ആ ആൾ അടുത്ത ദിവസം കൊണ്ടു തരുന്നു, അത്രയും കറക്റ്റ് ആയിട്ട് നിൽക്കുമ്പോൾ എനിക്ക് അവരിൽ നിന്നൊരു തിരിച്ചടി വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഇപ്പൊ എന്റെ ഫൗണ്ടേഷൻ വർക്ക് നടക്കുന്നു, അടുത്ത സ്റ്റേജിലേക്ക് ഞാൻ വീടിന് വെച്ചിരിക്കുന്ന ക്യാഷ് ഉണ്ട്. ഒരു ദിവസം എന്നോട് വന്നിട്ട് കുറച്ച് പൈസ കൂടുതലാണ് ചോദിക്കുന്നത്. അപ്പൊ എപ്പോ തരുമെന്ന് ചോദിച്ചപ്പോ ഓൾറെഡി ഇതിനകത്ത് എനിക്ക് ഒരു പ്രശ്നം പറ്റുന്നത്, ഞങ്ങൾ ഈ സംഘത്തിലുള്ളവരെല്ലാവരും കൂടെ ചേർന്ന് ഒരു ചിട്ടി എടുത്തിട്ടുണ്ട്. സെക്രട്ടറി ആയതുകൊണ്ട് അവരത് എന്റെ തലയിലാണ് കണക്ക് കാര്യങ്ങളെല്ലാം ഏൽപ്പിച്ചിരിക്കുന്നതും കൺട്രോൾ ചെയ്യുന്നതും ഞാനാണ്. അപ്പൊ അതുകൊണ്ട് ഏത് സ്ഥലത്ത് ചെന്നാലും ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി അവരെനിക്ക് തരുന്നത് കൊണ്ടും ഞാനത് കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനകത്ത് 256 ആൾക്കാരുണ്ട്. എന്റെ അമ്മ ആ സമയം പാം ഫൈബർ എന്ന കമ്പനിയിൽ വർക്കറാ. അമ്മ ഇപ്പൊ റിട്ടയർഡ് ആയി. അമ്മ ടൈലറിംഗ് സെക്ഷനിലായിരുന്നു. അപ്പൊ ആ സമയത്ത് അമ്മയുടെ കമ്പനിയിലുള്ള ആൾക്കാർ കൂടെ എന്റെ കൂട്ടത്തിൽ ഈ സംഘത്തിലേക്ക് അവർ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ചിട്ടിയിലുണ്ട്. ഞാനിത് മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് ഒരു ദിവസം ഞാൻ കേൾക്കുന്നത്, ഇദ്ദേഹം ഒരു ദിവസം, അതായത് ഇവിടെ ഉണ്ടാവുന്ന ക്യാഷ് അന്ന് ഓരോ കളക്ഷൻ കഴിയുമ്പോഴും പുള്ളിക്കാരി കൊണ്ടുപോകും. പിറ്റേ ദിവസത്തേക്കാണ് എനിക്ക് കൊണ്ടുവന്ന് ക്യാഷ് തരുന്നത്. അപ്പൊ അത്ര വിശ്വാസത്തോടെ കൂടി നടന്നുകൊണ്ട് പോകുന്ന സമയത്ത് ഒരു ദിവസം ഇദ്ദേഹം ആത്മഹത്യക്ക് ശ്രമിച്ചു. അപ്പൊ എന്താണ് കാര്യമെന്നൊന്നും എനിക്കറിയില്ല. ഞങ്ങൾ തമ്മിൽ ഒരുപാട് ഏജ് ഡിഫറൻസ് ഉണ്ട്. കാരണം ആ ചേച്ചിക്ക് ആ സമയത്തും 2018 മരിക്കുന്നത്. മരിക്കുന്ന സമയത്ത് ആ പുള്ളിക്കാരത്തിക്ക് 48 വയസ്സുണ്ട്. ഏജ് ഡിഫറൻസ് ഉണ്ട്. എന്നോട് അവരുടെ കുടുംബകാര്യങ്ങൾ പറയണമെന്നില്ല, എന്താ കാര്യമെന്ന് എനിക്കറിയില്ല. പക്ഷെ ചിട്ടി 13 ചിട്ടി ഇവരാണ് എന്റെ കയ്യിൽ നിന്ന് വാങ്ങുന്നത്. കാരണം അവരുടെ ഫാമിലി എന്നുള്ളവരുടെ ആൾക്കാരുടെ, ഇവിടെയല്ല, അവരുടെ വീട് ചേർത്തലയ്ക്കും അപ്പുറമാണ്. അവിടെ നിന്നുള്ള ആൾക്കാരുടെ പൈസ ഇവരാണ് കളക്ട് ചെയ്ത് ഇവിടെ കൊണ്ടുവരുന്നത്. അത്രയും പേരുടെ ചിട്ടി വീണതിന്റെ പൈസ ഇവരുടെ കൈകളിലാണ് ഇരിക്കുന്നത്. ഞാൻ അവരെയും അവരുടെ ഭർത്താവിനെയും വിശ്വസിച്ചേൽപ്പിക്കുന്ന ക്യാഷാണത്. ഇദ്ദേഹം, ഞാൻ ഓർത്തു തമാശക്ക് കാണിച്ചതായിരിക്കാം, കാരണം സാമ്പത്തിക പ്രശ്നമോ അങ്ങനെ എന്തെങ്കിലും കൊണ്ട് ഇനി കാണിച്ചതാണോ എന്നുള്ളൊരിത്. ഞാൻ ആദ്യം ഓർത്ത് കളിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതായിരിക്കുന്നു. പക്ഷെ അവരുടെ വീട്ടുകാരെ വിളിച്ച് അന്വേഷിച്ചപ്പോഴത്തേക്ക് ഇങ്ങനെയാ, ഹോസ്പിറ്റലിലാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഓർത്തു കുഴപ്പമൊന്നുമില്ല, ആള് തിരിച്ചു വരും. വൈകുന്നേരം, അപ്പൊ ഞാൻ ഫീൽഡ് വർക്കിലാണ്.
ഇദ്ദേഹത്തിന് എന്നെ കാണണമെന്ന് പറയുന്നു. അപ്പൊ ഞാൻ അവരുടെ വീട്ടിലേക്ക് വിളിച്ചു ചോദിച്ചപ്പോ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, വയറ് വാഷ് ചെയ്ത് കഴിഞ്ഞപ്പോ ആളിനെ പിന്നെ ജനറൽ വാർഡിലേക്ക് മാറ്റിയിട്ടുണ്ട്, നാളെ രാവിലെ വന്നാൽ സുജമോൾക്ക് കാണാമെന്ന് പറയുന്നു. പക്ഷെ രാവിലെ 3 മണിക്ക് എനിക്ക് കോള് വരുന്നു, ആള് മരിച്ചു. ഞാനാകെ ധർമ്മസങ്കടത്തിലായി. കാരണം ക്യാഷ് എല്ലാം ഞാൻ വിശ്വസിച്ച് ഏൽപ്പിച്ചിരിക്കുന്ന ആളാണ്. ആ സമയത്ത് ഇനി ഇത് എങ്ങനെയാ, ഏകദേശം ഒരു 10-12ഓളം ചിട്ടിയും ബാലൻസും ഉണ്ട് അദ്ദേഹത്തിന്റെ. അപ്പൊ എനിക്ക് പേടിയില്ലായിരുന്നത് കാരണം എന്റെ ഹസ്ബൻഡ് അറിഞ്ഞുകൊണ്ടാണ് കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത്. അവർ ഒപ്പിട്ട് തന്ന പേപ്പർ, കാര്യങ്ങൾ ഇതെല്ലാം ഇവിടെ ഇരിപ്പുണ്ട്. സംഘത്തിലുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെ ഞങ്ങളത് മരണമൊക്കെ കഴിഞ്ഞു. എനിക്ക് അത് താങ്ങാൻ പറ്റുന്നതിലപ്പുറമായിരുന്നു. കാരണം എന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടും കൂടെ ആയിരുന്നു ആള്. അവരുടെ ഫാമിലി ഇഷ്യൂ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. ഇതൊക്കെ കഴിഞ്ഞ് പിന്നീട് എല്ലാം കലങ്ങി തെളിഞ്ഞു വന്നു കഴിഞ്ഞപ്പോ ഈ ക്യാഷ് തരുന്ന കാര്യത്തെ കുറിച്ചായി ഞങ്ങൾ അവരുടെ വീട്ടിൽ ചെന്ന് സംസാരിച്ചു. അപ്പൊ അദ്ദേഹത്തിന്റെ ഭർത്താവ് പറഞ്ഞത്, സുജമോള് വേണമെങ്കിൽ എനിക്കെതിരെ കേസോ എന്താന്ന് വെച്ചാൽ ഫയൽ ചെയ്തോ, എനിക്കത് തരാനുള്ള നിവൃത്തിയില്ല എന്ന് പറഞ്ഞു. ഞാൻ ആകെ തകർന്നു പോയി. കാരണം എന്നിൽ ആ സമയത്ത് നിൽക്കുന്നത് 10,256 പേരുണ്ട് ആ ചിട്ടിയില്. ആ ചിട്ടിക്ക് എന്തെങ്കിലും പ്രശ്നം പറ്റിയെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാർ മേടിച്ചോണ്ട് പോയവര് പോലും തരത്തില്ല. പിന്നെ ഇനിയുള്ളവര്, അപ്പൊ അവരുടെ കാര്യത്തിൽ ഞാൻ എന്ത് ചെയ്യും? അപ്പൊ ആ സമയം ഞാൻ ഭയങ്കര ധർമ്മസങ്കടത്തിലുമായി. എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥ, മാനസികപരമായും ശാരീരികപരമായും തകർന്നു നിൽക്കുന്ന അവസ്ഥ. എന്റെ വീടിന്റെ പണി ആ ടൈമിന് പൂർത്തിയായി വരുന്നു. അതിനകത്ത് വെച്ചിരുന്ന പൈസ കൂടെ എടുത്തു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇരിക്കെ ചെയ്താണ് ഇദ്ദേഹം ഈ പരിപാടി കാണിക്കുന്നത്. ലാസ്റ്റ് നാട്ടുകാരിൽ പലരും പറഞ്ഞു, മിക്കവാറും ഇനി അടുത്ത ആത്മഹത്യയോടെ നമ്മൾ കാണേണ്ടി വരും. കാരണം സാമ്പത്തിക പ്രശ്നം അതിനകത്തുണ്ടല്ലോ. എന്റെ ഗ്രൂപ്പിൽ നിൽക്കുന്ന പലർക്കും അറിയാലോ. പക്ഷെ നമുക്കൊരു വീഴ്ച വരുമ്പോ അവര് പുറകോട്ട് മാറും. അത് അന്ന് ഞാൻ പഠിച്ചു. എന്റെ കൂടെ നിന്ന ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നവര് ആ സമയപ്പോ അവർക്ക് ആ ഗ്രൂപ്പിൽ നിന്ന് പിരിഞ്ഞു പോകണം. കാരണം അവർക്ക് സേഫ് ആകണം. ലാസ്റ്റ് അത് എന്റെ തലയിലേക്ക് വന്നു. 3.5 ലക്ഷം രൂപയോളം ബാധ്യത എന്റെ തലയ്ക്ക് മുകളിൽ. ലാസ്റ്റ് എനിക്ക് ഈ സൗഹൃദ വലയങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ട്, അതായത് ഞാൻ ഈ ഫീൽഡിൽ പോകുന്നത് കൊണ്ടും മറ്റുള്ളവർക്ക് വേണ്ടി സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നതുകൊണ്ടും നാട്ടുകാരായ പലരും മുന്നോട്ട് വന്നിട്ട് പറഞ്ഞു, സുജമോളെ ഞങ്ങളുടെ പേര് ലോൺ എടുത്തോ, സുജമോൾക്ക് എവിടെയാണെങ്കിലും പൈസ അടക്കാൻ ഞങ്ങൾ വന്ന് ഒപ്പിട്ട് തരാമെന്ന് പറയും. ആ ബലമാണ് എന്നെ അന്ന് നേരെ നിർത്തിയത്. ഞാൻ അവരുടെ പേരിൽ മൈക്രോ ഫിനാൻസിൽ നിന്ന് ലോണുകളൊക്കെ എടുത്ത് കറക്റ്റ് ചെയ്ത് അതെല്ലാം ഞാൻ ചിട്ടി കൊടുക്കാനുള്ളവർക്ക് എല്ലാവർക്കും ഞാൻ കൊടുത്തു തീർത്തു. അതിനകത്ത് ഒരു പ്രശ്നം വരാതെ 1 രൂപ ആർക്കും കൊടുക്കാനില്ലാത്ത രീതി ഞാൻ ക്ലിയർ ചെയ്തു. അതിനുശേഷം ഈ മൈക്രോ ഫിനാൻസ് അടയ്ക്കണം. കാരണം എന്റെ LICയിലെ വർക്ക് കൊണ്ട് മാത്രം നടക്കുന്നില്ല. കാരണം മാനസിക ടെൻഷനും കൂടി ഉണ്ട് ആ സമയത്ത്. അത്രയും തകർന്നിരിക്കുന്ന സമയത്താണ് എന്റെ അമ്മയ്ക്ക് കാലിന്റെ മുട്ടിന്റെ ഓപ്പറേഷൻ അമൃത ഹോസ്പിറ്റലിൽ നിന്ന് കൂടെ പറയുന്നത്. കാരണം മുട്ട് മാറ്റി വെക്കണം, 3.5 ലക്ഷം രൂപ വേണം. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞങ്ങൾ ആകെ തകർന്നിരിക്കുമ്പോഴാണ് എനിക്ക് ഈ ബയോട്ടോറിയം എന്ന കമ്പനിയുടെ അത് എന്താ പറയാ, എന്റെ ഹൃദയത്തിൽ തട്ടിയുള്ളതാ. അത് എന്റെ കൈകളിലേക്ക് കിട്ടുന്നത്. ആ സമയത്ത് എന്റെ ശബ്ദം ഇടറുന്നുണ്ട്. കാരണം അന്ന് ഞാൻ അനുഭവിച്ചൊരു വേദനയുണ്ട്. ആ വർക്ക് ഞാൻ ഏറ്റെടുക്കുമ്പോ എനിക്ക് ആദ്യം ഈ പ്രൊഡക്റ്റ് കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തരുന്നുണ്ട്. പക്ഷെ എനിക്ക് അന്നേരം ഒന്നും അത്രയ്ക്ക് വിശ്വാസം, കാരണം നമ്മുടെ മനസ്സിൽ മുഴുവൻ ഈ സാമ്പത്തിക പ്രശ്നങ്ങൾ നടക്കുന്നത്. അത് ഞങ്ങൾ മുന്നോട്ട് എങ്ങനെ തരണം ചെയ്യുമെന്ന് നിൽക്കുന്ന സമയത്താണ് ഈ അമ്മയുടെ പ്രശ്നം കൂടെ വരുന്നത്. അവസാനം ഞങ്ങള് അന്ന് പൈസ അവിടുന്ന് ഇവിടുന്ന് കൂടെ കറക്റ്റ് ചെയ്ത് ഞാൻ ആ പൈസ കൊടുക്കുന്നു. അടുത്ത ദിവസത്തേക്ക് ആ പ്രൊഡക്റ്റ് കൊണ്ടുവരുന്നു. പ്രൊഡക്റ്റ് കൊണ്ടുവന്ന് അമ്മയ്ക്ക് കൊടുത്തെങ്കിലും ഞങ്ങൾ അമ്മയെ ശ്രദ്ധിക്കുന്നില്ലായിരുന്നു ആ സമയത്ത്. പക്ഷെ റിസൾട്ട് വളരെ 1.5 ആഴ്ച കൊണ്ട് റിസൾട്ട് കിട്ടി. അത് ഞങ്ങൾക്ക് ഭയങ്കര അധികം സന്തോഷം. കാരണം ഞാനും എന്റെ ബ്രദറും ഏറ്റവും കൂടുതൽ സന്തോഷിച്ചു തന്നു. കാരണം എന്റെ അമ്മ നടക്കത്തില്ലായിരുന്നു. മുട്ടും മാറ്റി വെക്കണമെന്ന് പറഞ്ഞ അമ്മ ആ സമയത്ത് എല്ലാ ജോലികളും ചെയ്യാൻ തുടങ്ങി. അതേപോലെ തന്നെ ഞങ്ങൾക്കത് വളരെയധികം, കുടുംബത്തിന് വളരെയധികം സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. നിങ്ങൾക്ക് അറിയാമായിരിക്കാം, അത് കഴിഞ്ഞിട്ട് എന്റെ അച്ഛന് ഒരു ആക്സിഡന്റ് ഉണ്ടായിരുന്നു. ഒന്ന് കാലിന്റെ അതായത് തെന്നി വീണ് മുട്ട് ചിരട്ട പൊട്ടി 3ആയിട്ട്. അതിനും ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടി. അതും 1.5 ലക്ഷം രൂപ പറഞ്ഞ ഒരു ഹോസ്പിറ്റലിൽ നിന്ന്. ആ റിസൾട്ടും ഞങ്ങൾക്ക് ബയോട്ടോറിയം കമ്പനിയിൽ നിന്നുള്ള നമ്മുടെ മാഗ്നറ്റിക് തെറാപ്പിയിലൂടെ പ്രൊഡക്റ്റിലൂടെ കിട്ടിയപ്പോ അത് ഞങ്ങൾ ഹൃദയത്തിൽ ഏറ്റുവാങ്ങുമായിരുന്നു. ഞങ്ങളുടെ കുടുംബത്തിലുള്ള 4 പേരും, ഞാന്, എന്റെ അച്ഛൻ, എന്റെ അമ്മ, എന്റെ ബ്രദർ, എന്റെ നാത്തൂൻ, ഇത്രയും പേരും ഇന്ന് ഈ ബിസിനസ്സിലുണ്ട് ഞങ്ങള്. അപ്പോ ഞാനത് നെഞ്ചോട് ചേർത്ത് തന്നെയാ ചെയ്യുന്നത്.
കാരണം അത്രത്തോളം എന്നെ റിക്കവർ ചെയ്ത് ഇന്ന് ഇവിടം വരെ എത്തിച്ചിരിക്കുന്നത് ഈ ബയോട്ടോറിയം കമ്പനിയാണ്. ആ കമ്പനിയിലെ പ്രൊഡക്റ്റ് ആണ് എന്നെ ഇവിടം വരെ എത്തിച്ച്. അതിലൂടെ നേടിയ സമ്പാദ്യത്തിലൂടെയാണ് ഞാൻ ഇന്ന് 80% കവർ ചെയ്ത് നിൽക്കുന്നത്. ഞാൻ ഇന്ന് അതിനകത്തേക്ക് വരുമ്പോ എന്റെ അമ്മയ്ക്ക് റിസൾട്ട് കിട്ടി. അതിനുശേഷം ഞങ്ങൾ ഒരു പ്രോഗ്രാമിലൂടെയാണ് ആദ്യമായി അവിടെ എല്ലായിടത്തിലും വരുന്നത്. ഓണപരിപാടിയാണെന്ന് തോന്നുന്നു ഞങ്ങൾ അവിടെ എത്തുന്നത്. കുടുംബസമേതം തന്നെ ഞാനുണ്ട്, അച്ഛനുണ്ട്, അമ്മയുണ്ട്, ബ്രദറിന്റെ വൈഫുണ്ട്, കുട്ടികളുണ്ട്. ഇന്ന് കുട്ടികൾ പോലും, അവർക്ക് 2 കുട്ടികളുണ്ട്, ആ കുട്ടികൾ പോലും ഇന്ന് ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് പറയും. കാരണം അത്രത്തോളം ഞങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് അത്രയ്ക്ക് ഹൃദയത്തിലേറ്റിരിക്കുന്നത്. പിന്നീട് ഇപ്പോ ദേവി പറഞ്ഞ പോലെ അച്ചീവ്മെന്റുകൾ, അത് എനിക്കത് നേടിയെടുക്കണം എന്നുള്ള ഒരു ആഗ്രഹം എന്റെ മുന്നിൽ ഉള്ളത് കൊണ്ടായിരിക്കാം. തീവ്രമായി നമ്മൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ദൈവവും പ്രപഞ്ചവും നമ്മുടെ മുന്നിൽ അത് എത്തിച്ചു തരുമെന്നുള്ളത് സത്യം തന്നെയാണ്. കാരണം യുഎൻഎസ്ആറിലൂടെ എനിക്ക് ഈ പ്രോഡക്റ്റ് കിട്ടുകയും ഞാൻ ഈ ബിസിനസ്സിലേക്ക് വരികയും എനിക്ക് അതിന്റെ പ്ലാനുകൾ പറഞ്ഞു തരികയും ചെയ്യുമ്പോൾ എനിക്ക് കാശ് വാങ്ങി എന്റെ കടം തീർക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമാണ് എന്റെ മുന്നിലുണ്ടായിരുന്നത്. അതിനുവേണ്ടി ഞാൻ ഓടുമ്പോൾ എന്റെ കൂട്ടത്തിൽ സാറുണ്ട്. എനിക്ക് സാറ് ഫുൾ സപ്പോർട്ട് തന്നിരുന്നു. എന്റെ ഫാമിലിയുടെ സപ്പോർട്ടുണ്ട് എന്റെ കൂടെ. ഒരു ലേഡി എന്ത് കാര്യവും അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരാണിന്റെ പിൻബലം പുറകുന്നുണ്ടാവും. അതൊരു അച്ഛന്റെ പിൻബലമാകാം, ഒരു സഹോദരന്റെ ആകാം, ഉറ്റ സുഹൃത്തുക്കളുടെ ആവാം, ആരുടെ കൂടെ ഇതാകാം. അപ്പോ അതേപോലെ എനിക്ക് എല്ലാ ഭാഗത്തു നിന്നും, എന്റെ ആങ്ങളുടെ ഭാഗത്തുനിന്ന് സപ്പോർട്ടുണ്ട്, എന്റെ അച്ഛന്റെ ഭാഗത്തുനിന്ന് സപ്പോർട്ടുണ്ട്, എന്റെ സാറിന്റെ ഭാഗത്തുനിന്ന് സപ്പോർട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ വർക്കിൽ ഓരോ തവണ പോകുമ്പോഴും എനിക്ക് വിജയങ്ങൾ ഓരോ സ്ഥലത്തു നിന്നും ഉണ്ടാകാൻ തുടങ്ങി. കാരണം ഞാൻ പ്രൊഡക്റ്റ് കൊടുക്കുന്നവർക്ക് എല്ലാവരും പ്രൊഡക്റ്റ് വാങ്ങാൻ തുടങ്ങി. മാത്രമല്ല എന്റെ അച്ഛന്റെ റിസൾട്ട്, എന്റെ അമ്മയുടെ റിസൾട്ട്, ഇതൊക്കെ ജെനുവിനായി അവർ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആ പ്രൊഡക്റ്റ് കൊടുക്കുന്നവരൊക്കെ വളരെ സന്തോഷത്തോടുകൂടി ഉപയോഗിക്കുന്നുണ്ട്. ഇന്ന് അവർക്ക് റിസൾട്ടായി വരുന്നു. പിന്നെ അച്ചീവ്മെന്റുകളുടെ കാര്യം പറഞ്ഞാൽ, ഞാൻ ഈ ബിസിനസ് ചെയ്യുന്നത് വളരെ സന്തോഷമായിട്ടാണ്, ഹാപ്പി ആയിട്ടാണ് ഞാൻ ഈ ബിസിനസ് കൊണ്ടുപോകുന്നത്. കാരണം എന്റെ ലീഡർ യുനസാറാണ്. അദ്ദേഹം ആദ്യമായിട്ട് അവിടെ ഒരു കോമ്പറ്റീഷൻ വെക്കുന്നു, ഒരു ബോട്ട് യാത്ര. അത് ഞാൻ ഓർക്കുന്നില്ല എത്ര ഫാമിലി ബോണസ് നേടുന്നതാണ് ഞാൻ ഇപ്പൊ ഓർക്കുന്നില്ല. പക്ഷെ അത് ആദ്യമായിട്ട് ഫസ്റ്റ് അച്ചീവ് ചെയ്യുന്നത് ഞാനാണ്. കാരണം ഓടി നടന്ന് ആ വർക്ക് ചെയ്യുമ്പോഴും ആ കോമ്പറ്റീഷൻ അല്ല എന്റെ മനസ്സിൽ, എനിക്ക് കാശ് പെട്ടെന്ന് മേടിക്കണം എന്നുള്ള ഇതിലാണ് ഞാൻ ഓടി നടന്ന് വർക്ക് ചെയ്യുന്നത്. അങ്ങനെ ഞാനത് ആ ട്രിപ്പ് അതായത് ആ ബോട്ട് ട്രിപ്പ് ഞാൻ ഫസ്റ്റ് ആയിട്ട് അച്ചീവ് ചെയ്തു. എന്റെ സാറിനും മേലെ അഭിലാഷ് സാറും ഡാനി സാറും യുവനസാറും കൂടെ ഒരു ക്യാഷ് പ്രൈസ് വെച്ചു. അതും ആദ്യമായിട്ട് തന്നെ ഞാൻ അച്ചീവ് ചെയ്തു. കാരണം ഫസ്റ്റ് ആയിട്ട് തന്നെ എനിക്ക് അതും അച്ചീവ് നേടാൻ പറ്റി. അതൊരു നേട്ടമായിട്ട് തന്നെയാണ്. കാരണം നമ്മൾ ഓരോ ചോടുകൾ വെക്കുന്നതനുസരിച്ച് നമുക്ക് അതിൻ്റെതായിട്ടുള്ള ഓരോ പാരിതോഷികങ്ങൾ കിട്ടുക, നമ്മളെ ഒന്ന് ആശംസിക്കുക, അതൊക്കെ നമുക്ക് വലിയ കാര്യമാണ് നമ്മുടെ ലൈഫിൽ. ഒരു ലേഡിയെ സംബന്ധിച്ച് നമ്മൾ അതൊരു മോട്ടിവേറ്റ് ചെയ്യുന്നത് കൂടിയാ. നമ്മള് കുറച്ച് എന്താ പറയാ, ആ ഒരു ലെവലിൽ കൂടെ ഞാൻ കടന്നു കഴിഞ്ഞപ്പോ ഡാനി സാർ ഒരു കോമ്പറ്റീഷൻ വെച്ചു. അതായത് യുവനസ് സാർ ആദ്യം വെച്ചു, അതുക്ക് മേലെ അഭിലാഷ് സാർ വെച്ചു, അതുക്കും മേലെ നമ്മുടെ തലവറായ ഡാനി സാർ ഒരു കോമ്പറ്റീഷൻ വെച്ചു, ഒരു കപ്പൽ ട്രിപ്പ്. അതും ഞാൻ ഫസ്റ്റ് ആയിട്ട് തന്നെ അച്ചീവ് ചെയ്തു. അതിലും വിന്നറായിരുന്നു ആദ്യത്തെ. അപ്പൊ അതും വളരെ സന്തോഷം. അതിനുശേഷം നമ്മളെല്ലാം ആരാധിക്കുന്ന, നമ്മളെല്ലാം മോട്ടിവേറ്റ് ചെയ്യുന്ന നമ്മുടെയൊക്കെ മെന്ററും ഗ്രേറ്റ് ലീഡറുമായ മനോജ് സാർ ഒരു കോമ്പറ്റീഷൻ വെച്ചു, ഒരു മൂന്നാർ ട്രിപ്പ്, 1 മാസം കൊണ്ട് 1 ലക്ഷം നേടുന്നത്. അതും ഞാൻ ആദ്യമായിട്ട്, അതായത് ഫസ്റ്റ് എല്ലാരും വാങ്ങുന്നതിനേക്കാൾ മുമ്പേ 10 ദിവസം കൊണ്ട് ഞാൻ 1,02,000 രൂപ എന്റെ അക്കൗണ്ടിൽ മേടിച്ചു ഈ ബയോട്ടോറിയത്തിലൂടെ. അതിലും ഞാൻ വിന്നറായി. അതിലും എനിക്ക് വളരെയധികം സന്തോഷം. അതുക്കും മേലെ ഇനിയല്ലേ നമ്മൾ പറയേണ്ടത്. അതായത് യുവനസ് സാർ വെച്ചു, അഭിലാഷ് സാർ വെച്ചു, ഡാനി സാർ വെച്ചു, അതുക്കും മേലെ മനോജ് സാർ വെച്ചു, അതുക്കും മേലെ നമ്മുടെ എല്ലാം ദൈവമായ, നമ്മൾക്കെല്ലാം അന്നം തരുന്ന നമ്മുടെ എല്ലാം കമ്പനിയുടെ CMD സാഗർ ജോഷി സാർ തായ്ലൻഡ് ട്രിപ്പ് വെച്ചു. അതും ഞാൻ ഫസ്റ്റായി, കേരളത്തിലെ ആദ്യത്തെ ലേഡിയായി ഞാൻ അച്ചീവ് ചെയ്തു. കാരണം ഇതെല്ലാം എനിക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നത് എന്റെ കൂടെ അത്രയ്ക്ക് സപ്പോർട്ട് തരുന്ന ഒരു ലീഡർ എനിക്കുണ്ട്. അത് നിങ്ങൾക്കെല്ലാം അറിയാമായിരിക്കും. കളമശ്ശേരിയിലെ യുവനസാറാണ് എന്റെ കൂടെ നിന്ന് എനിക്ക് എല്ലാത്തിനും സപ്പോർട്ട് തരുന്നത്.
എനിക്ക് ഇന്ന് നല്ല അഭിമാന നിമിഷമാണ്. കാരണം ഞാൻ ഇന്ന് അറിയപ്പെടുന്ന ഒരാളാക്കി മാറ്റിയത് എന്റെ എല്ലാ ഈ അഭിലാഷ് സാറ്, എന്റെ യുനസ് സാറ്, എന്റെ ഡാൻസ് സാറ്, എന്റെ മനോജ് സാറ്, ഇവരെല്ലാരും കൂടെയാണ് എന്നെ ഇന്ന് ഈ പൊസിഷനിൽ നിന്ന് ഇവിടെ നിൽക്കാനായിട്ട് എനിക്ക് സാഹചര്യം ഒരുക്കി തന്നത്. അത് ഞാൻ ഹൃദയത്തിലേറ്റിക്കൊണ്ടാണ് ഞാൻ അവരോട് നന്ദി പറയുന്നത്. ഇപ്പോ എനിക്ക് തന്നെ ഈ വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ട്, എന്നെ പോലെ തന്നെ കഴിവുള്ള ഒരുപാട് ലേഡീസ് ഇവിടെ ഇരിപ്പുണ്ട്. എനിക്ക് ഇതൊക്കെ നേടാൻ പറ്റുമെങ്കിൽ ഉറപ്പായിട്ടും ഈ ഇരിക്കുന്ന എല്ലാ ലേഡീസിനും അത് നേടാൻ പറ്റും. കാരണം അവരുടെയും എന്റെ എല്ലാവരുടെയും ബുദ്ധിയും എല്ലാ ശക്തിയും ഒരേപോലെ തന്നെയാണ്. ഇപ്പൊ ഇതിൽ തന്നെ എനിക്ക് കാണാൻ പറ്റുന്ന ഗീതാ പ്രകാശ് മാഡം, മാഡം തന്നെയാണെങ്കിലും ഒരുപാട് മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ആളാണ്. കാരണം ഞങ്ങളുടെയൊക്കെ ഒരു അയൺ ലേഡിയാണ്. അവിടെ വരുമ്പോ തന്നെ ഞാൻ കാണുന്നുണ്ട്, മീറ്റിങ്ങിന് കാര്യങ്ങളൊക്കെ വരുമ്പോ വളരെ ഊർജ്ജസ്വലതയായിട്ടാണ് എന്റെ അടുക്കെ സംസാരിക്കുന്നത്. എല്ലാ കാര്യത്തിലും പോസിറ്റീവായിട്ടാണ്. കാരണം അങ്ങനെ വേണമെന്നാണ്, നമ്മളൊരു പോസിറ്റീവില് വേണം നിൽക്കാൻ. കാരണം ഞാൻ അതിനൊരു എക്സാമ്പിൾ പറയാം. നമ്മുടെ ഒരു കുറെ ആട്ടിൻ കൂട്ടത്തിനിടയിലേക്ക് ഒരാൾക്കൊരു സിംഹക്കുഞ്ഞിനെ കിട്ടും. ആ വ്യക്തി ആ കുഞ്ഞിനെ ആട്ടിൻകൂട്ടത്തിലേക്കാണ് ഇറക്കി വിടുന്നത്. അത് ആടിന്റെ ഒപ്പം കളിച്ച് വളർന്നു വരിക. ഇടയ്ക്ക് എപ്പോഴോ അത് ഇച്ചിരി ഒരു മീഡിയം പരുവത്തിലെത്തിയപ്പോൾ അത് സിംഹത്തിൻ്റെതായ ഒരു ഗർജനം ഇടയ്ക്കൊന്ന് വെച്ചു. അപ്പോഴേക്കും അയാൾ വന്ന് അതിന്റെ തലയ്ക്ക് ഒരു അടി കൊടുത്തു. കാരണം അങ്ങനെ അത്രയും അവിടെ സൗണ്ട് ഉണ്ടാക്കണ്ട, ആട്ടിൻകുട്ടികൾ എല്ലാം സൗണ്ട് ഉണ്ടാക്കാതെ വെറുതെ നിൽക്കുന്ന രീതിയിൽ അതാകെ പേടിച്ചുപോയി. കാരണം അത് പെട്ടെന്ന് അത് ഒതുങ്ങി. വീണ്ടും അത് ഇടയ്ക്ക് ഏതോ ഒരു ദിവസം വീണ്ടും അത് ഒന്നുകൂടെ ഗർജിച്ചു. അതിന്റെ സ്വഭാവമാണല്ലോ അത്. പക്ഷെ അയാൾ വീണ്ടും ഒന്നിനെ തല്ലി. അന്ന് അത് മനസ്സിലാക്കുന്നത് എനിക്ക് ശബ്ദിക്കാൻ പാടില്ല എന്ന്. ആട്ടിൻ കുഞ്ഞുങ്ങളെ പോലെ അതും അതിനൊപ്പം വളർന്നു. വലുതായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു പട്ടി അവിടെ വന്നു ഭയങ്കരമായിട്ട് കുരച്ചപ്പോ ഇത് പേടിച്ചുപോയി. സിംഹമാണ്, പക്ഷെ അത് വളർന്നു വന്നതും അതിന്റെ കൂട്ടുകെട്ടും അങ്ങനെയാണ്. സോ നമ്മൾ നിൽക്കുന്നിടത്ത് ആൾക്കാര് പോസിറ്റീവ് ആയിരിക്കണം, എന്നാലേ നമ്മൾക്കും ആ പോസിറ്റീവ് എനർജി കിട്ടത്തുള്ളൂ. നമ്മളിപ്പോ നിൽക്കുന്നത് നമ്മുടെ ലീഡറിന്റെ കൂടെയാണ്. ആ ലീഡറിന് ഹൈ പവർ പോസിറ്റീവ് ആണ് ഇരിക്കുന്നത്. അപ്പോ നമ്മൾ എപ്പോഴും പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരുമായിട്ട് സംസാരിക്കുക, പോസിറ്റീവ് മൈൻഡോട് കൂടി കാണുക എല്ലാം. അങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് ആ പോസിറ്റീവ് എനർജി നമ്മളിലേക്ക് തന്നെ വരും. നമ്മൾ അറിയാതെ തന്നെ നമ്മളും പോസിറ്റീവിലാവും. അതല്ലെങ്കിൽ നമ്മൾ ആ സിംഹത്തിനെ പോലെ ആട്ടിൻകുട്ടിയായി നമ്മൾ തളർന്നിരുന്നു പോകും. സോ നമ്മൾ അതുകൊണ്ട് കുറച്ചുകൂടെ പോസിറ്റീവായി ചിന്തിച്ച് നമ്മളുടെ പോയതെല്ലാം പോയിക്കോട്ടെ, നമുക്ക് ഇന്നു മുതൽ തുടങ്ങാം. ഇപ്പൊ തന്നെയാണെങ്കിലും ഇതിനകത്ത് പ്രായഭേദമന്യേ ഞാൻ ഓരോരുത്തരെ കാണുന്നുണ്ട്. ഇപ്പൊ ഒരു ശോഭന മാഡം ഉണ്ട് ഇതിനകത്ത്, പ്രായഭേദമന്യാണെങ്കിലും ഇതിനകത്ത് വർക്ക് ചെയ്യുന്നു. ഗുഡ് മോർണിംഗ് മാഡം. അതേപോലെ തന്നെ ഇതില് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടിരുന്നതാണ് കൊറ്റിക്കുട്ടി അമ്മ. ഞാൻ ആ അമ്മയെ ഞാൻ RTP ട്രെയിനിങ് പ്രോഗ്രാമിൽ കണ്ടിരുന്നു. എന്ത് ഊർജ്ജസ്വലമായിട്ടാണ് ഡാൻസ് ചെയ്യുന്നതെന്ന് അറിയാവോ? അതൊക്കെ ഒരു നമുക്ക് ബയോട്ടോറിയത്തിൽ വന്നിട്ട് ഒരു ഇതാ, നമ്മുടെ മനസ്സ് തുറന്ന് നമ്മൾ ലേഡീസ് വളരെയധികം ആഹ്ലാദിക്കുകയും നമ്മള് എന്താ പറയുന്നത്, നമ്മള് മനസ്സ് തുറന്നാണ് എന്തും ചെയ്യുന്നത്. അതേപോലെ തന്നെ നൈന മാഡത്തിന്റെ ഡാൻസ് അവിടെ വെച്ച് അത് ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ഒരു സന്തോഷവും ഞങ്ങൾക്കും കൂടെ ചെയ്യണമെന്ന് തോന്നുന്ന രീതിയിലാണ്. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ കഴിവുകളുണ്ട് ഇതിനകത്തിരിക്കുന്നതില്. ഇതിൽ തന്നെയാണേലും പ്രായഭേദമന്യേ ഓരോരുത്തര് ഓരോ സാർമാരുണ്ട്. തോമസ് സാർ ഉണ്ട് ഇതിനകത്ത്, പ്രായമായ സാർ തന്നെയാണല്ലോ ഈ പ്രായത്തിൽ ഇതിനകത്ത് നല്ല ആക്റ്റീവായിട്ട് നിൽക്കുന്നു. അതുപോലെ തന്നെ എനിക്ക് കാണാൻ പറ്റുന്ന ഒരുപാട് പേര് ഇതിലുണ്ട്. എപ്പോഴും നമുക്ക് ക്ലാസ് എടുക്കുന്ന ഒരു സാറുണ്ടല്ലോ, ഇന്ന സാറിനെ ഞാൻ കാണുന്നില്ല ഇതിനകത്ത്. പ്രായമായിട്ടുള്ള സാറിന്റെ പേര് മറന്നുപോയി. ഒന്ന് അലി സാറുണ്ടാവും, ഭാസ്കരൻ സാർ. ഓക്കെ, ഭാസ്കരൻ സാർ. ശരിയാ, ഭാസ്കരൻ സാറിനെ ഞാൻ കാണാറുണ്ട്. അതൊക്കെ പ്രായമേതമന്യേ അതൊക്കെ ഞങ്ങൾക്കൊരു എനർജിയാണ്. കാരണം അത്ര ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ ഇതിനകത്ത് ഇരിക്കുക എന്ന് പറയുമ്പോൾ അവരെല്ലാം ഇതിനെ നെഞ്ചോട് ചേർത്ത് ചെയ്യുന്നല്ലേ. അതുപോലെ തന്നെ എനിക്ക് ക്ലാസ് എടുക്കുന്ന സാർ, ആ ക്ലാസ് എടുക്കുന്ന സാറിന്റെ പേരെന്നാ? പ്രായമുള്ള അലീക്ക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം അലീക്ക അത്രയും പ്രായത്തിൽ ചെറുകൂടെ ക്ലാസ് ഒക്കെ എടുക്കുന്നു. എല്ലാവരും വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്കൊരു ലേഡീസിന് നല്ല ഇതായിട്ട് നിൽക്കണമെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള പുരുഷന്മാര്, അതായത് ജെന്റ്സ്, അവര് സ്ട്രോങ് ആണെങ്കിൽ ഒരു പെണ്ണിനെ പവർഫുൾ ആക്കാമെന്നാ പറയുന്നത്. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന എല്ലാ സാർമാരുടെക്കും വൈഫുമാരുള്ളതാണ്. അപ്പോ അവര്
അവരുടെ സപ്പോർട്ട് കൂടി ഉള്ളത് കൊണ്ടാണ് ഇന്ന് ഈ കാണുന്ന ഇവരെല്ലാരും ഇത്ര സ്ട്രോങ് ആയി ഇവിടെ ഇരിക്കുന്നത്. അപ്പൊ ഒരു ആണിന് ഒരു ബാക്കിൽ നിന്ന് ഒരു പുഷപ്പ് കൊടുക്കുന്നതും ആണിനെ ഒരു സ്ട്രോങ് ആയിട്ട് നിർത്തുന്നതും ഒരു പെണ്ണാണ്. കാരണം അത് നമ്മൾ അംഗീകരിച്ചേ പറ്റുള്ളൂ. അവര് സാറുമാരെല്ലാരും വർക്കിന് പോകുന്ന സമയത്തും അവരെ കുട്ടികളെ നോക്കുകയും മറ്റു കാര്യങ്ങളെല്ലാം ചെയ്യുകയും അവരതിനുള്ള സപ്പോർട്ട് തരികയും ചെയ്യുന്നുണ്ട്. നമ്മൾ അതും കൂടെ അവരെ കണക്ക് കൂട്ടണം. കാരണം ലേഡീസിന് മൾട്ടി ടാസ്കിങ് ആണെന്നാണ് പറയുന്നത്. ഒരുപാട് കഴിവുകൾ ഉള്ളവരാണ് അവര്. പക്ഷെ അവരുടെ കഴിവുകളൊന്നും അവർ തിരിച്ചറിയുന്നില്ല. അത് അവരോരോ ജീവിതത്തിലേക്ക് കടന്ന് പ്രാരാബ്ദങ്ങളായി കുട്ടികളായി, അതായത് കരുത്ത് നോക്കുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ പുരുഷനാണ് കൂടുതൽ കരുത്ത്. പക്ഷെ കരുത്ത് കൂടുതൽ നമ്മൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഒരു പെൺകുട്ടി ജനിക്കുന്നു, വിവാഹം കഴിക്കുന്നു, അത് കഴിഞ്ഞാൽ പഠന കാലയളവ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നേരിടുന്നത് ജീവിതങ്ങളാണ്. ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ വർക്ക് രണ്ടുപേരും ചെയ്യുന്നുണ്ട്, പുരുഷനും സ്ത്രീയും ചെയ്യുന്നുണ്ട്. പക്ഷെ പിന്നീട് കുട്ടികളുടെ ഓരോ കാര്യങ്ങൾ നോക്കാം. അപ്പം ഒരു ഭാരം കൂടെ ലേഡിയുടെ പുറത്താണ് കൂടുതൽ. അവിടെ നിന്ന് കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ ഹെൽത്ത് നോക്കണം, അതും ഒരു കുടുംബത്തിന്റെ കാര്യങ്ങൾ മുഴുവൻ നോക്കണം, ഫിനാൻസ് നോക്കണം. അങ്ങനെ എന്തുകൊണ്ടും കരുത്തിൽ മുൻപന്തിയിൽ പുരുഷനാണെങ്കിലും കരുത്തിന്റെ അതായത് സഹനം താങ്ങുന്നത് ലേഡിയാണ്. അപ്പോ നമുക്ക് അവരെ മുന്നോട്ട് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. അങ്ങനെയുള്ളവര് ഇന്ന് അവർക്ക് വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും, അതുകൊണ്ടാണ് പറയുന്നത് നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ വിദ്യാഭ്യാസം നൽകണം. കാരണം അവർ നാളെ ഒരാളുടെ മുന്നിലും എന്താ പറയുക വിധേയമാകാൻ പാടില്ല. നമ്മുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ അവരതിന് ഇൻകം നേടാൻ പ്രാപ്തമാകും. ഒരു പെണ്ണിന്റെ കയ്യിൽ കാശ് വന്നാൽ അവരുടെ അച്ഛനും അമ്മയ്ക്കും കൊടുക്കാൻ ആരുടെയും അനുവാദം വേണ്ട. അവൾക്ക് സ്വന്തമായി എവിടെ പോകണമെന്ന് തീരുമാനിക്കാനും അവൾക്ക് സ്വന്തമായി കാര്യങ്ങൾ എടുക്കാനും എല്ലാ കാര്യങ്ങൾക്കും നമ്മളുടെ കയ്യിൽ, ലേഡീസിന്റെ കയ്യിൽ ക്യാഷ് ഉണ്ടെങ്കിൽ, ഇനി അത് മാത്രമല്ല പുരുഷനും അത് നല്ല കാര്യം തന്നെ. കാരണം ഒരു വൈഫ് സമ്പാദിക്കുന്നുണ്ടെങ്കിൽ അത് ആ വീട്ടിലെ ഒരു സേവിങ്സ് ആക്കി മാറ്റാൻ പറ്റും. കാരണം പുരുഷൻ സമ്പാദിക്കുന്നത് അവർക്ക് ഇങ്ങോട്ട് കൊണ്ടുവരിക, ആ സമയത്ത് തന്നെ എന്തെങ്കിലും ഫുഡ് കാര്യങ്ങളൊക്കെ വന്നു അതങ്ങ് ചെലവാക്കുക, അതിലെ വീട്ടിൽ ഗസ്റ്റ് വന്നു അതിന് ചെലവാക്കുക, വീട്ടിലെ മറ്റ് കാര്യങ്ങൾക്കൊക്കെ കൊടുക്കുക, കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് എടുക്കുക, അതെല്ലാം ചെയ്യുമ്പോൾ തന്നെ പുരുഷൻ അധ്വാനിച്ചു കൊണ്ടുവരുന്ന ക്യാഷ് തീർന്നു പോകും. പക്ഷെ ഒരു ലേഡി സമ്പാദിക്കുന്ന ക്യാഷ് അങ്ങനെയല്ല. അത് നാളത്തെ ഒരു ആവശ്യത്തിനായി സേവ് ചെയ്യാൻ പറ്റും നമുക്ക്. അല്ലെങ്കിലും എനിക്ക് തോന്നുന്നു പുരുഷനേക്കാൾ കൂടുതൽ സേവിങ്സ് മെന്റാലിറ്റി ഉള്ളത് ലേഡിക്ക് തന്നെയാണ്. കാരണം അവരാണ് സേവിങ്സ്. കാരണം പുരുഷന്റെ കൈക്ക് ചോർച്ചയുണ്ടെന്നാണ് പറയുന്നത്. അവരെന്ത് കൊണ്ടുവന്നാലും അതിനൊരു ചോർച്ചയുണ്ട്. പക്ഷെ ആ ചോർച്ച ഒന്ന് തടയാൻ ഒരു ലേഡിയുടെ കൈ അതിന്റെ ബാക്കിൽ ഉണ്ടെങ്കിൽ ആ കുടുംബം സുരക്ഷിതമായിരിക്കുമെന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. കാരണം ആ ചോർച്ച നമുക്ക് തടയാൻ പറ്റും. ഒരു ലേഡിക്ക് എവിടെയും എന്ത് കാര്യത്തിനും ഒരു സപ്പോർട്ടായിട്ട് നിന്നുകൊണ്ട് ഒരു കുടുംബത്തെ നയിക്കാൻ പറ്റുന്നതാണ്. അപ്പൊ നമ്മൾ അറിയാതെ തന്നെ നമ്മളിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഒഴിഞ്ഞിരിപ്പുണ്ട്. ചിലപ്പം ഇപ്പൊ തന്നെ പറഞ്ഞു നൈന മാഡം ഡാൻസ് ചെയ്യുന്നു. നൈന മാഡം ഒരുപക്ഷെ കുഞ്ഞിലെ ഡാൻസ് ചെയ്ത ആളായിരിക്കാം, നേരത്തെ ഡാൻസ് കളിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷെ അതാരും പ്രോത്സാഹിപ്പിക്കാനില്ല. വൈക്ടോറിയം കമ്പനിയിലേക്ക് വന്നപ്പോ ആ RTP ട്രെയിനിങ്ങില് ഞങ്ങൾ കണ്ടതാണ് സന്തോഷത്തോടെ ഡാൻസ് ചെയ്യുന്നത്. അപ്പൊ ആ പവർ ഉള്ളിൽ കിടപ്പുണ്ട്. ഇതേപോലെ ഇവിടെ ഓരോ ലേഡീസിന്റെയും കഴിവുകൾ അവരുടെ ഉള്ളിലുണ്ട്. അത് നമ്മളൊന്ന് പൊടിതട്ടി എടുത്തു കഴിഞ്ഞാൽ ഇവരെല്ലാവരും ശക്തരായ അയൺ ലേഡീസ് തന്നെയാണ്. കാരണം നമുക്ക് അവരെ എല്ലാവരെയും മോട്ടിവേറ്റ് ചെയ്ത് ഇതിനകത്തേക്ക് കൊണ്ടുവരാൻ പറ്റും. ആരും തളർന്നിരിക്കരുത്. ഇന്ന് കാണുന്നവർക്ക് എല്ലാവർക്കും, ഇപ്പൊ ഈ ഗ്രൂപ്പിൽ ഇരിക്കുന്ന ഈ ടീമിൽ കാണുന്ന എല്ലാവർക്കും കടബാധ്യതകളും കാര്യങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്. എല്ലാ സാർമാർക്കും ഉണ്ടായിരിക്കും, എല്ലാ ലേഡീസിനും ഉണ്ടായിരിക്കും. പക്ഷെ നമ്മൾ അതിനെ ഓവർകം ചെയ്യണം. നമ്മൾ എപ്പോഴും ആൾക്കാരെ തിരഞ്ഞെടുക്കുമ്പോൾ പോസിറ്റീവായിട്ട് ആൾക്കാരെ തിരഞ്ഞെടുക്കുക, പോസിറ്റീവായിട്ട് ചിന്തിക്കുക. ഒരു 90 ദിവസത്തേക്ക് ഞാൻ പറയുന്നത്, ഞാൻ ഇത് അച്ചീവ് ചെയ്തതിന്റെ വഴിയാണ്. 90 ദിവസം കൊണ്ട്, അതായത് നമുക്കൊരു നമ്മുടെ മനസ്സിൽ എന്താണോ ലക്ഷ്യം വെക്കുന്നത് അത് നേടിയെടുക്കാൻ പറ്റും. നമ്മൾ രാവിലെ ഉറക്കം ഉണർന്നാൽ തന്നെ പോസിറ്റീവായിട്ട് തന്നെ നമ്മൾ കാണുന്ന രീതിയിൽ അത് എഴുതി വെക്കുന്ന കാര്യത്തെ നമുക്കത് നേടിയെടുക്കാൻ പറ്റും. ഞാൻ ആ സമയത്ത് അമ്പലത്തിൽ പോകുന്ന സമയത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ദൈവമേ എനിക്ക് തായ്ലൻഡ് ട്രിപ്പ് ഞാൻ അറിയുന്നത് പോയിന്റുകൾ കയറി വന്നതിന് ശേഷമാണ് ഞാൻ അറിയുന്നത് അതൊരു തായ്ലൻഡ് ട്രിപ്പാണ്. അന്ന് തൊട്ടേ ഞാനത് മനസ്സിൽ കാണുന്നുണ്ട്. അതായത് നമ്മൾ ഇമാജിൻ ചെയ്യണമെന്ന് ദൈവത്തിനോട് പറയുമ്പോഴും ഞാനത് പറയും, ദൈവമേ എന്നെ അതിനടുത്തെത്തിക്കണേ, അങ്ങനെ ഒരു അച്ചീവ്മെന്റ് എനിക്ക് നേടിത്തരണേ. കാരണം ഞാനത് ഇമാജിൻ ചെയ്യാൻ തുടങ്ങി. 90 ദിവസത്തേക്ക് നമ്മളത് ഇമാജിൻ ചെയ്താൽ നമ്മളത് മനസ്സിൽ കാണുക. ഇന്ന് മനോജ് സാറ് നിൽക്കുന്ന ഒരു പൊസിഷൻ, നിങ്ങൾക്ക് എന്താണോ ആഗ്രഹം, നിങ്ങളുടെ ലക്ഷ്യം എന്താണോ
കാരണം മനോജ് സാർ നമ്മളെ കാണിച്ചു തന്നു 1 കോടി നേടാൻ 10 മാസം കൊണ്ട് നേടാമെന്നുള്ളത്. അപ്പോ നമുക്കും അത് നേടാവുന്നതേ ഉള്ളൂ. കാരണം നമ്മളതൊന്ന് ഇമാജിൻ ചെയ്യുക, മനോജ് സാർ നിൽക്കുന്ന സ്ഥാനത്ത് നമ്മൾ ആ കോട്ടും സൂട്ടും ഒക്കെ ഇട്ട് നമ്മൾ നിൽക്കുന്ന സ്റ്റേജിൽ നമ്മൾ നല്ല പെർഫോം ചെയ്യുന്നു, നമ്മൾ ആ അച്ചീവർ ആയിട്ട്, ആ 1 CR അച്ചീവർ ആയിട്ട് നമ്മളെ എല്ലാരും കാണുന്നു, നമ്മളെ അനുമോദിക്കുന്നു. അതൊക്കെയാണ് നമ്മളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കി. ഒരു 90 ദിവസം കൊണ്ട് നമ്മളത് നേടിയിരിക്കും. ഇല്ലെങ്കിൽ ഇതൊരു ചലഞ്ച് ആയിട്ട് എടുത്തോളൂ. നിങ്ങളുടെ ആഗ്രഹം എന്താണോ, നിങ്ങളുടെ ലക്ഷ്യം എന്താണോ, അത് എഴുതി വെക്കുക. നിങ്ങൾ അതിനെ എല്ലാ ദിവസവും കാണുക, അത് ഇമാജിൻ ചെയ്യുക. നിങ്ങൾ അതിലേക്ക് ഓട്ടോമാറ്റിക്കായി എത്തും. കാരണം നിങ്ങളെ പ്രപഞ്ചം അതിലേക്ക് എത്തിക്കും. അമിതമായി ആഗ്രഹിക്കുന്ന ആഗ്രഹത്തെ നമുക്ക് സാധിച്ചു തരും. ഇത് എന്താ പറയാ, നമ്മളുടെ ഇപ്പൊ നിൽക്കുന്ന ലേഡീസില് ഭൂരിഭാഗം പേരും ചില പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. അതായത് അവർക്ക് അവരുടെ ജോലികളൊക്കെ കഴിഞ്ഞിട്ട് വേണം ഫീൽഡിലേക്ക് ഇറങ്ങാനായിട്ട്, കസ്റ്റമറിനെ കാണാൻ. ഇതേ അവസ്ഥ എല്ലാവർക്കും ഉണ്ട്. പക്ഷെ നമ്മൾ ഇറങ്ങുന്ന ഒരു പുരുഷനേക്കാൾ കൂടുതൽ ഒരു സ്ത്രീക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ഒരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അവരുമായിട്ട് സഹകരിച്ച്, ഇപ്പം ഒരാണ് ചെന്ന് പറയുമ്പോൾ ഒരു നോ പറയുന്ന സ്ഥലത്ത് ഒരു പെണ്ണ് ചെന്ന് സംസാരിക്കുമ്പോൾ നോ പറയാൻ ചാൻസ് വളരെ കുറവാണ്. അത് മാത്രമല്ല നമുക്ക് കൂടുതൽ അവരുമായിട്ട് സംസാരിക്കാൻ പറ്റും. നമ്മൾ അവിടെ സംസാരിക്കുന്ന അവിടുത്തെ ഒരു കുടുംബനാഥയോടാണ്. ഒരു ആണിനെ അവിടെ കൺട്രോൾ ചെയ്യുന്ന, അല്ലെങ്കിൽ ആ വീട്ടിലെ കാര്യങ്ങൾ ചേട്ടാ അത് വേണം നമുക്ക് എന്ന് പറയുന്നത്. കാരണം ഹെൽത്ത് പരമായി ഒരു വീട്ടില്, ഞാനത് പറയാൻ കാര്യം, ഞങ്ങൾ ഈ കഴിഞ്ഞ ദിവസം ഒരു നമ്മുടെ പ്രൊഡക്റ്റ് കൊടുക്കാനായിട്ട് ചെല്ലുമ്പോൾ അവിടെ മക്കളുണ്ട്. മക്കള് ഗൾഫിലായിരുന്നു, അവർ വന്നിട്ടുണ്ട്. അത് ഇളയ മോനാണ് അവരുടെ കൂടെ ഉള്ളത്. പ്രൊഡക്റ്റ് അച്ഛന് അസുഖം കുറച്ച് കൂടുതലാണ്, കാലിന് പ്രശ്നങ്ങളുണ്ട്, കൈവിറകലുണ്ട്, അങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ട്. അതുപോലെ തന്നെ പുള്ളിക്കാരൻ സ്വന്തമായിട്ട് എഴുന്നേറ്റ് ഒന്നും ചെയ്യത്തില്ല. വൈഫ് വേണം പിടിച്ചെഴുന്നേപ്പിച്ച് ചെയ്യാനായിട്ട്. പക്ഷെ ആ സമയത്ത് ഈ പ്രൊഡക്റ്റ് വേണമെന്ന് ആവശ്യപ്പെടുന്നത് ആ വീട്ടിലെ അമ്മയാണ്. മക്കൾക്ക് അത് വേണമെന്നില്ല. എന്ന് വെച്ചാൽ അച്ഛൻ നേരെ ഇരിക്കണമെന്നോ അച്ഛൻ സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യണമെന്നോ മക്കൾക്ക് ആഗ്രഹമില്ല. കാരണം പക്ഷെ അത് വേണ്ടത് അമ്മയ്ക്കാണ്. കാരണം അമ്മ അത്രയും ജോലികൾക്കിടയിൽ വന്ന് അച്ഛനെയും കൂടെ ശുശ്രൂഷിച്ചിട്ടാണ് പോകുന്നത്. ആ അമ്മയ്ക്കാണ് ആ അച്ഛനോട് ഏറ്റവും കൂടുതൽ സ്നേഹമുള്ളത്. കാരണം ആ അച്ഛൻ നേരെ ഇരിക്കണം. ആ അമ്മയ്ക്കും മനസ്സിനും സന്തോഷമാകും. അവർക്കൊരു എന്താ പറയുന്ന ഒരു കൂട്ടാണത്. അതുകൊണ്ട് കാര്യങ്ങളും ശ്രദ്ധിക്കുമ്പോൾ നമ്മളത് ആ വീട്ടിലെ ലേഡിയോട് പറയുമ്പോൾ ഉറപ്പായിട്ടും ആ കാര്യങ്ങൾ നടക്കാറുണ്ട്. പിന്നെ നമ്മൾ ഫീൽഡിൽ ഇറങ്ങുമ്പോൾ കിട്ടുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് നെഗറ്റീവുകൾ കിട്ടും. അതായത് ഇപ്പൊ വേണ്ട, അങ്ങനെയാണ് ഇങ്ങനെ. പക്ഷെ നമ്മൾ ആ നോ പറയുന്നത് കേട്ടിട്ട് വെറുതെ ഇരിക്കരുത്. ഞാൻ ഒരു നോ പറയുന്ന ഒരു സ്ഥലത്ത് വീണ്ടും വീണ്ടും അവരുടെ വിശേഷം അന്വേഷിക്കാൻ ചെല്ലും. എന്നെ പഠിപ്പിച്ചിരിക്കുന്ന എന്റെ പാഠം എന്ന് പറഞ്ഞാൽ, എന്റെ ട്രെയിനർ അല്ലെങ്കിൽ എന്റെ മോട്ടിവേറ്റർ, എന്റെ ലീഡർ എന്നെ പഠിപ്പിച്ചിരിക്കുന്നത്, നമ്മൾ ഒരു സ്ഥലത്ത് ചെന്ന് ഒരു കാര്യം ചോദിക്കുന്നു, അവര് ഇപ്പൊ വേണ്ട എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അവർ കംപ്ലീറ്റ് ആയിട്ട് ഉപേക്ഷിച്ചെന്നല്ല. അവര് പിന്നീടായിരിക്കാം ചിലപ്പം അന്നേരത്തെ ആ ഒരു മാനസികാവസ്ഥയിൽ പറഞ്ഞതായിരിക്കാം നോ. അതല്ലെങ്കിൽ എന്തെങ്കിലും സാഹചര്യം കൊണ്ട്, അല്ലെങ്കിൽ ഫിനാൻസിന്റെ എന്തെങ്കിലും പ്രശ്നം കൊണ്ട്, ഇല്ലെങ്കിൽ അവർക്ക് ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് ഒന്നുകൂടെ അറിയാൻ വേണ്ടിട്ട്. പക്ഷെ നമ്മളത് ഫോളോ അപ്പ് ചെയ്യുക, വീണ്ടും വീണ്ടും അവരെ കാണുക. ഞാൻ ചെയ്യുന്ന ഒരു കാര്യം കൂടെ പറയാം. കാരണം ഞാൻ ഒരു ദിവസത്തേക്ക് ഒരു 10 പേരെ കാണാൻ മനസ്സിൽ തീരുമാനിച്ചിട്ടുണ്ടാവും. ഇന്നും വൈകുന്നേരം തിരിച്ച് വീട്ടിൽ കയറുമ്പോൾ ഒരു പ്രൊഡക്റ്റ് കൊടുത്തിട്ടേ വരൂ എന്ന് ഞാൻ എഴുതി വെച്ചിട്ടാണ് പോകുന്നത്. അങ്ങനെ ഞാൻ പോകുമ്പോൾ 10 കസ്റ്റമറിനെ കാണാൻ ഞാൻ എന്റെ ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ അതിൽ ഞാൻ 5 പേരെ പുതിയതായിട്ട് എന്റെ ഫ്രണ്ട്സ് ആക്കിയിരിക്കും. നമുക്ക് എപ്പോഴും ഫ്രണ്ട്സ് വലയം വേണം. മാത്രമല്ല നമ്മുടെ കസ്റ്റമർ തീർന്നു പോകാൻ പാടില്ല. എല്ലാവരും പറയുന്നില്ല ഇനി ഞാൻ ആരെ പോയി കാണും, ആരെ പോയി. അങ്ങനെയല്ല, നമ്മുടെ ഈ ലോകത്തുള്ള എല്ലാവരും. ഈവൻ ഞാൻ അമൃതയിൽ പോയപ്പോ ഞാൻ അച്ഛനെ കൊണ്ട് ലാസ്റ്റത്തെ എക്സ്റേ കാണിക്കാനായിട്ട് പോകുന്ന സമയത്ത് അച്ഛനെ ഡോക്ടറിനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ കൊണ്ടുപോകുന്നത്. അങ്ങനെ അച്ഛനെ കാണിക്കുന്ന സമയം ഞങ്ങൾ പുറത്തിരിക്കുക. ആ സമയം ഞാൻ അവിടെ ഇരിക്കുമ്പോൾ ഇടുക്കിയിൽ നിന്നാണെന്ന് എനിക്ക് തോന്നുന്നു ഒരു ഹസ്ബൻഡ് നട്ടെല്ല് തകർന്ന് വീണിട്ട് അവരെന്തോ തമിഴ്നാട്ടിൽ എവിടെയോ കൊണ്ടുപോയി സർജറി നടത്തി പ്ലേറ്റോ അങ്ങനെ എന്തോ സാധനം ഇട്ടിട്ട് അത് പഴുത്തു. വീണ്ടും പ്രശ്നങ്ങളായി അവർ വേറെ ഏതോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടുന്ന് അവർക്ക് റിജക്ഷൻ വന്നിട്ട് അവരിപ്പോ അമൃത ഹോസ്പിറ്റലിൽ വന്നിരിക്കുക. ആ ചേച്ചി എന്റെ അടുത്താണ് വന്നിരുന്നത്. അവർ ഭയങ്കരമായിട്ടും സങ്കടപ്പെട്ടായിരിക്കുന്നത്. അപ്പൊ ഞാൻ അവിടെ നിന്ന് ആ ചേച്ചിയെ പരിചയപ്പെടുക ചെയ്ത, എന്താ ചേച്ചി പ്രശ്നം, കാര്യങ്ങൾ എന്താ, ഇതൊക്കെ നമുക്ക് ചോദിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. നമ്മൾ അവരുമായിട്ട് സംസാരിച്ചപ്പോ ആ പരിചയപ്പെടുന്ന സമയത്ത് ഞാൻ നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ചോ നമ്മുടെ കാര്യത്തെ കുറിച്ചോ ഒന്നും സംസാരിക്കുന്നില്ല. കാരണം അവരെ ഞാൻ എന്റെ ഫ്രണ്ട് ആക്കുകയാണ് ചെയ്തത്. ഞാൻ അവരുടെ നമ്പർ വാങ്ങി അവരുടെ കാര്യങ്ങൾ, വിശേഷങ്ങൾ ഞാൻ എല്ലാ ദിവസവും വിളിച്ച് വിശേഷം തിരക്കും. ഇന്ന് എനിക്ക് അവരോട് ധൈര്യമായിട്ട് പറയാം. ഞാൻ ഈ കഴിഞ്ഞ ദിവസം അത് അവരോട് പറഞ്ഞു. അവരെന്നോട് അങ്ങോട്ടേക്ക് ചെല്ലാൻ പറഞ്ഞിരിക്കുവാണ്. തമിഴ്നാട് പോയി അവരുടെ എന്തോ ഒരു സർജറി കൂടെ കഴിഞ്ഞിട്ടാണ് ഇപ്പൊ നിൽക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് നമുക്ക് ഓരോ ദിവസവും കാണുന്ന. ഞാൻ എറണാകുളം ഓഫീസിൽ പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ബസ്സിൽ വെച്ച് എന്റെ അടുത്തിരിക്കുന്ന ആള് മാസ്ക് വെച്ചോണ്ടിരിക്കുക, ലേഡിയാണ്. കാര്യം ചോദിച്ചപ്പോ അവർക്ക് ചുമയാണ്. അപ്പൊ ഞാൻ ഇതൊന്നും വെച്ചിട്ടില്ല. അപ്പൊ എന്താ ഈ കയ്യെ കിടക്കണേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ ഇത് എനിക്ക് അറ്റാക്ക് വരാതിരിക്കാൻ വേണ്ടി ഇട്ടിരിക്കുന്ന, കാരണം നിലവിൽ എനിക്ക് അസുഖങ്ങളൊന്നും ഇല്ല.
പക്ഷെ ഞാനൊന്നും കുഴഞ്ഞു വീഴാൻ പാടില്ല, അതിന് ഇട്ടിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ പുള്ളിക്കാരി ആദ്യം ഒന്നും അനങ്ങാതിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് എന്നോട് കൂടുതൽ സംസാരിക്കാൻ തുടങ്ങി. ഇങ്ങോട്ട് ചോദിച്ചു വന്നപ്പോഴാണ് അറിയുന്നത് തുറവൂരുള്ള ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് ആണ് ആള്. അപ്പൊ ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുക, പക്ഷെ ഞാൻ എന്റെ പ്രൊഡക്റ്റിനെ കുറിച്ചോ കാര്യങ്ങളെ കുറിച്ചോ ആ ബസ്സിൽ വെച്ച് സംസാരിക്കാൻ തയ്യാറല്ല. കാരണം ഞാൻ ആ ഫ്രണ്ടിന്റെ നമ്പർ വാങ്ങി. ഞാൻ പറഞ്ഞില്ലേ, ഓരോ ഗുഡ് മോർണിംഗ് ഞാൻ രാവിലെ അയക്കും. എന്റെ ഒരു ഗുഡ് മോർണിംഗ് കണ്ടില്ലെങ്കിൽ ചോദിക്കും ഇന്നെന്താ ഗുഡ് മോർണിംഗ് കാണാൻ എന്നായിരിക്കും ചോദിക്കുന്നത്. കാരണം അവര് 5 പേര് ഒരു ദിവസം എന്റെ ഫ്രണ്ടാണ്. ഞാൻ അങ്ങനെ വേണം കസ്റ്റമറിനെ കാണാൻ. കാരണം 10 പേര് നമ്മുടെ കസ്റ്റമർ ആണെങ്കിൽ 5 പേരെ നമ്മൾ പുതിയതായിട്ട് കണ്ടുപിടിക്കണം. അവരോട് നമ്മൾ ബിസിനസ് പറയാൻ പാടില്ല, പ്രൊഡക്റ്റ് പറയാൻ പാടില്ല. പക്ഷെ അവർക്ക് പറയേണ്ട സാഹചര്യങ്ങളുണ്ട്. നമ്മുടെ ഈ ലിസ്റ്റിലെ തീരുമ്പോൾ നമ്മൾക്ക് അവരോട് ധൈര്യമായിട്ട് പറയാം. ഇല്ലെങ്കിൽ അവർ നമ്മളോട് ചോദിക്കും ഇതെന്താണ് നിങ്ങളുടെ കൈ കിടക്കുന്നത്, എന്താണ് ഈ കാര്യങ്ങൾ. അങ്ങനെയാണ് ഞാൻ കൂടുതലും അവരിലേക്ക് എടുക്കുന്നത്. അതുകൊണ്ട് ഇന്ന് ഞാൻ പ്രൊഡക്റ്റ് കൊടുത്തിരിക്കുന്നത് അങ്ങ് കന്യാകുമാരിയിൽ വരെ എനിക്ക് കസ്റ്റമർ ഉണ്ട്. കാരണം ഞാൻ ഞാൻ ആ ടൈമിലൊക്കെ കന്യാകുമാരി കാണാൻ എല്ലാവരും പോകത്തില്ലേ, ആ സമയം ഞാൻ അവിടെ ചെന്നപ്പോ പരിചയപ്പെട്ട ഫ്രണ്ട്സ് ആണത്. അവരിലൂടെയാണ് ഞാൻ ഇന്ന് ഇവിടെ ഇരുന്നുകൊണ്ടാണെങ്കിലും അവരെ കറക്റ്റ് ചെയ്തിട്ട് ഞാൻ എന്റെ സാറുമായിട്ട് പോയി പ്രൊഡക്റ്റ് കൊടുത്തു. എവിടെ പോയാലും എന്റെ ഫാമിലി എന്നോടൊപ്പം ഉണ്ടാവും. കാരണം എന്റെ ഫാമിലി ഇപ്പൊ എന്റെ അമ്മയാണെങ്കിൽ പോലും ഇതിലൂടെ തന്നെയാണല്ലോ, അമ്മയ്ക്ക് കമ്പനിയിലെ ആൾക്കാരുമായിട്ട് ബന്ധങ്ങളുണ്ട്, അവരുടെ ഫ്രണ്ട്സ് ലിസ്റ്റ് ഉണ്ട്. അപ്പോ ഇന്നിപ്പം അവരിലൂടെ ആണെങ്കിലും ഞങ്ങൾ പോയി ആ ബിസിനസ് എടുക്കുന്നുണ്ട്. നല്ല രീതിയിൽ അത് പോകുന്നുണ്ട്. എന്റെ അമ്മ തന്നെയാണെങ്കിൽ 1,50,000 രൂപയ്ക്ക് മേളിൽ തന്നെ ഇപ്പൊ വരുമാനം നേടിക്കഴിഞ്ഞു. എന്റെ അച്ഛന് 50,000 രൂപയ്ക്ക് മേളിൽ വരുമാനമായി. ഞങ്ങളുടെ ഫാമിലിയിലേക്ക് തന്നെയാണെങ്കിലും ഏകദേശം എനിക്ക് ഒരു 6 ലക്ഷം രൂപയുടെ അടുത്ത് ഇപ്പൊ ടോട്ടൽ ഇൻകം ആയിട്ടുണ്ട്. വളരെ സന്തോഷത്തോടു കൂടിയാണ് ചെയ്യുന്നത് ഇത്. അതില് ഞാൻ അഭിമാനം കൊള്ളുന്നു. കാരണം ഇന്ന് എനിക്കൊരു എന്റെ ടീമിലേക്ക് വരുന്ന ഒരാളും, കാരണം എന്ത് കാര്യം ഉണ്ടെങ്കിലും അവരെ എന്നെ വിളിച്ചു ചോദിക്കും സുജമോളെ ഇങ്ങനെ ഒരു കാര്യമുണ്ട് എന്താണെന്ന്. കാരണം ഞാൻ അത്രത്തോളം അവരെല്ലാരെയും ബഹുമാനിക്കുന്നുണ്ട്. ഞാൻ അവരുടെ വീടുകളിൽ എന്റെ ടീമിന്റെ എന്റെ കൂട്ടത്തിലുള്ള എല്ലാ എന്റെ ഫ്രണ്ട്സിന്റെയും അവരെന്റെ ജീവിതത്തിന്റെ ഭാഗമാണ്. കാരണം എന്റെ വീട്ടിലൊരു ഫംഗ്ഷൻ നടന്നാൽ അവരെല്ലാരും ഉണ്ടാവും. അവരുടെ വീട്ടിലൊരു കാര്യം തന്നെ ഞാൻ ഉണ്ടാവും. ഞാൻ അവരെ എല്ലാവരെയും എന്റെ സഹോദരന്മാരായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം മാറ്റി നിർത്തിയിട്ടില്ല. അതുകൊണ്ട് എന്ത് കാര്യത്തിനും അവരെന്നോടൊപ്പം തന്നെയുണ്ട്. ഇതിപ്പോ എന്താ പറയാ, ഇപ്പൊ പുതുതായിട്ട് തന്നെയാണെങ്കിലും എന്റെ കൂടെയുള്ള 2-3 പേര് കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. അവരൊന്നും ഈ ജില്ലക്കാരല്ല, അത് തമിഴ്നാടുള്ളവരുണ്ട്, അതല്ലാതെ ദൂരെയൊക്കെയുള്ള. ഇപ്പം എനിക്ക് LIC തന്നെയാണെങ്കിലും ഒരു മീറ്റിംഗ് കഴിഞ്ഞ ഇടയ്ക്കുണ്ടായിരുന്നു. അതിലൊരു രസകരമായ സംഭവം പറയാം. ഫീൽഡ് വർക്കിൽ ഉണ്ടായതാണ്. കാരണം ഞാനുണ്ട്, യുനസാറുണ്ട്, ദേവിയുണ്ട്, എന്റെ ബ്രദറുണ്ട്. ഞങ്ങൾ എല്ലാരും കൂടെ വർക്ക് കഴിഞ്ഞതിന് ശേഷം ഞങ്ങളൊരു ചായ കുടിക്കാൻ നിൽക്കുന്ന സമയത്ത് ചുമ്മാ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് തമാശ പറഞ്ഞ് ചായ കുടിച്ചോണ്ടിരിക്കും. അപ്പൊ ഞങ്ങളൊരു എന്തോ ഒരു FM റേഡിയോയുടെ ഏതോ ഒരു സ്റ്റേഷൻ അവിടെ ഉണ്ട്. എനിക്ക് തോന്നുന്നു കോഴിക്കോടാണോ കണ്ണൂരാണോ എന്ന് ഞാൻ ഓർക്കുന്നില്ല. അവിടെ വെച്ച് ഞങ്ങൾ നിൽക്കുന്ന സമയത്ത് അതിലാ ചായ എടുക്കുന്നയാള്, ആ പുള്ളി ഭയങ്കര ഒരു കോമഡിയാണ്. പുള്ളി അകത്തുനിന്ന് ഞങ്ങൾ റെസ്റ്റോറന്റിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോ പുള്ളിയുടെ ഫ്രണ്ടിലായിട്ട് ഇങ്ങനെ കുറെ പലഹാരങ്ങൾ അടുക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ നോക്കിയിട്ട് എന്റെ പേരൊന്നും അറിയില്ല. അപ്പൊ ജസ്റ്റ് ഞാനും ദേവിയും അടുക്കെ ചെന്നിട്ട് ഇതെന്തുവാ എന്നിങ്ങനെ ചോദിച്ചപ്പോ പുള്ളി നമ്മുടെ വളരെ സ്നേഹത്തോടെ സംസാരിക്കാൻ തുടങ്ങി. അപ്പൊ പുള്ളി ഒരു കോമഡി ആയതുകൊണ്ടായിരിക്കാം ഞങ്ങളോട് ഇങ്ങോട്ട് ചോദിച്ചു, അതെ ഞാനൊരു എന്താ പറയാ ഒരു കുസൃതി ചോദ്യം ചോദിക്കാം, ഒന്ന് ആൻസർ ചെയ്യാവോന്ന് ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞു പിന്നെന്താന്ന്. അപ്പൊ പുള്ളി ചോദിച്ചത്, നമ്മുടെ വീട്ടിലെ ഉപയോഗത്തിന് എടുക്കുന്ന വാങ്ങുന്ന സാധനമാണ്, പക്ഷെ അത് രണ്ട് പേരിലാണ്. അതായത് വാങ്ങുമ്പോൾ ഒരു പേരും ഉപയോഗിക്കുമ്പോൾ മറ്റൊരു പേരുമാണ് അത് അറിയപ്പെടുന്നത്. അതെന്താണെന്ന് ചോദിച്ചു. ഞാന്, സാറ്, ദേവി, എന്റെ ബ്രദർ സുജേഷ്, ഞങ്ങൾ ഇത്രയും പേര് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുക. അപ്പൊ ഞങ്ങൾ പലരും പല ആൻസർ പറഞ്ഞു നോക്കി, പക്ഷെ അത് ഓക്കെ ആയില്ല. പക്ഷെ ദേവി പെട്ടെന്ന് പറഞ്ഞു, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അതായത് നമ്മൾ വാങ്ങുമ്പോൾ ആ സാധനത്തിന് ഒരു പേരും നമ്മൾ ഉപയോഗിക്കുമ്പോൾ ആ സാധനത്തിന് മറ്റൊരു പേരുവാ. അതിന് ആൻസർ പറഞ്ഞത് ദേവിയാണ്. അത് അരിയാണ്. അതായത് നമ്മൾ വാങ്ങുമ്പോൾ അത് നെല്ലായിട്ടാണ് കൈ കിട്ടുന്നത്, ആ സാധനം നമ്മള് ഉപയോഗിക്കുമ്പോ അത് അരിയാ. അപ്പൊ അതുകൊണ്ട് അത് ദേവി അങ്ങനെ പറയുമ്പോ പുള്ളിക്ക് അത് ഭയങ്കര സന്തോഷം. പുള്ളി അത് കൈകൊട്ടി ഇതായി. അപ്പൊ ഞാനോർത്ത് എന്തായാലും പുള്ളി നമ്മളോട് ചോദിച്ചല്ലേ, തിരിച്ച് നമുക്കും ഒരു ചോദ്യം ചോദിക്കണല്ലോ. ഞാൻ പുള്ളിയോട് ചോദിച്ചത് ഇതാണ്, അതെ ഈ മെഡിസിൻസ് ഒന്നും ഇല്ലാതെ നമ്മുടെ അസുഖങ്ങളെല്ലാം മാറുന്ന ഒരു പ്രോഡക്റ്റ് ഉണ്ട്, എന്താണെന്ന് അറിയാവോ എന്ന് ചോദിച്ചു. ഒരു കോമഡി ആയിട്ട് ചോദിച്ചതാണ്. അപ്പൊ അത് ഉടനെ പുള്ളി അവിടെ നിന്ന് അങ്ങനെ ആലോചിച്ചു കുറെ നേരം തലപോഞ്ഞ എല്ലാത്തിനും ആൻസർ പറയുന്ന ആളാണ്. കുറെ പെണ്ണ് ഇതിന് എനിക്ക് ആൻസർ കിട്ടുന്നില്ലോ, അത് എന്ത് സാധനമാന്ന് ചോദിച്ചു. അപ്പൊ ഞങ്ങൾ പറഞ്ഞു അങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന് പറഞ്ഞു. പുള്ളി കുറെ നേരം ഞങ്ങളുടെ പുറകെ നടക്കുന്നുണ്ട്. അത് എന്തോ ഒന്ന് പറ, അത് എന്തുവാന്നൊന്ന് പറഞ്ഞിട്ട് പോകുന്നു പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ചായ കുടിച്ച് തീർന്നു. അതിനുശേഷം ഞങ്ങൾ പറഞ്ഞു, അതെ ആ സാധനമാണ് ഞങ്ങളുടെ ഈ കൈകളിൽ കിടക്കുന്നത്.
ഞങ്ങളുടെ എല്ലാവരുടെ കൈകളിലും ഉണ്ട് ഇത് ഈ ബയോട്ടോറിയത്തിന്റെ മാഗ്നറ്റിക് തെറാപ്പി എന്ന് പറയുന്ന പ്രോഡക്റ്റ് ആണെന്ന് പറഞ്ഞു. അപ്പൊ പുള്ളിക്ക് അത് അറിയണം, എന്താണെന്ന് അറിയണം. അങ്ങനെ ഞങ്ങൾ അതിനെക്കുറിച്ച് പറഞ്ഞപ്പോ ഞങ്ങളുടെ സാറുണ്ട്, ഞങ്ങൾ എല്ലാവരും ഉണ്ട്. പുള്ളിക്ക് അതിന്റെ ഡെമോ കൊടുത്തു, കാര്യങ്ങൾ കൊടുത്തപ്പോ ഭയങ്കര ത്രില്ലായി പുള്ളി. അപ്പൊ പുള്ളി അന്നേരം ഞങ്ങളോട് പറഞ്ഞ വാക്കിനാണ്, സാറേ ഞാൻ കട അടയ്ക്കാൻ പോവുകയാണ്, ഞാൻ നാളെ രാവിലെ ഇവിടെ എത്തും. ഒരു 4 പേരുണ്ട്. ഞങ്ങൾ ആ ഫുഡ് കഴിച്ച ഒരു റെസ്റ്റോറന്റ്, ഒരു വലിയ റെസ്റ്റോറന്റ് ആണ്, എനിക്ക് തോന്നുന്നു 2 സ്റ്റാർ ആണെന്ന് എനിക്ക് തോന്നുന്നു, 2-3 സ്റ്റാർ. അതിലൊരു VIP ആണ് അതിന്റെ ഓണർ. ഞാൻ ആ സാറിനെ പരിചയപ്പെടുത്തി തരാം, നിങ്ങളുടെ ഈ സാധനം ഒന്ന് ആ സാറിന് പരിചയപ്പെടുത്തണം, എന്റെ കൂട്ടത്തിൽ ഒരു 4 പേര് കൂടെ ഉണ്ട്, അവരോട് കൂടി ഈ പ്രൊഡക്റ്റ് ഒന്ന് പറയണം. ഞങ്ങൾ കണ്ടിട്ടില്ലാത്ത, ഞങ്ങൾ കേട്ടിട്ടില്ലാത്ത ആ ഒരു നിമിഷം ചായ കുടിക്കാൻ വേണ്ടി അവിടെ നിന്ന് ആ സൗഹൃദത്തിൽ നിന്നുണ്ടായ ഒരു കച്ചവടമാണ് നമുക്ക് അവിടെ നടന്നത്. കാരണം അതൊരു ബിസിനസ്സാണ്. ആ പുള്ളിയെ ഞങ്ങൾ അവിടെ നിന്ന് കറക്റ്റ് ചെയ്തിട്ടാണ് പോകുന്നത്. അതിൽ ഭയങ്കര അധികം സന്തോഷമുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോ നമ്മളിപ്പം പറഞ്ഞു വരുന്നത് ലേഡീസിനെ കുറിച്ചാണ്. ഇതില് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ഇരിക്കുന്ന എല്ലാ സാറന്മാരും സപ്പോർട്ട് ചെയ്തിട്ട് തന്നെയാണ് ലേഡീസ് ഇതിപ്പം അവരവരുടെ ഭാര്യമാരായാലും ജോലിക്ക് പോകണമെങ്കിൽ ഭർത്താക്കന്മാര് സമ്മതിച്ച് സപ്പോർട്ട് കൊടുത്തിട്ടാണ്. ഇന്നിപ്പം അങ്ങനെയൊന്നുമില്ല, എല്ലാ ജോലികളാണെങ്കിൽ പോലും എല്ലാം ഷെയർ ചെയ്യുന്നു, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. അതുകൊണ്ട് ഇപ്പൊ ഇതിനകത്ത് പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇപ്പോ വൈഫിന് ജോലി ഉണ്ടെന്നിരിക്കട്ടെ, അവര് നമ്മുടെ ജോലിക്ക് പോകുന്നു, ലേഡി ജോലിക്ക് പോയി തിരിച്ചു വരുമ്പോ ഹസ്ബൻഡിന് ജോലി കഴിഞ്ഞാണ് വരുന്നത്. പക്ഷെ ആ ജോലിക്ക് പോയിട്ട് വരുന്ന ലേഡി തന്റെ ഭർത്താവ് വിഷമിച്ചിരിക്കുക അല്ലെങ്കിൽ ക്ഷീണിച്ചിരിക്കുകയാണെന്ന് കരുതി അവര് ചായ ഇട്ട് വേഗം കൊണ്ടുവന്ന് കൊടുക്കുക ചെയ്യുന്നത്. അതൊരു മൾട്ടി ടാസ്കിങ് അല്ലേ? കാരണം ഒരുപാട് ജോലികൾ ചെയ്ത ആ ആള് ക്ഷീണിച്ചിരിക്കെ തന്റെ ഭർത്താവിനും കുട്ടികൾക്കും വേണ്ടി വീണ്ടും ആഹാരം ഉണ്ടാക്കാനായിട്ട് കിച്ചണിൽ കയറുവാണ്. അവരുടെ ജോലി അവിടെ അവസാനിക്കുന്നില്ല. അപ്പൊ അത്രയും പവർ ഉള്ളവരാണ് നമ്മുടെ ലേഡീസ്. അതുകൊണ്ട് ഇപ്പൊ ഇരിക്കുന്ന ഗീതാ സുരേഷ് മാഡം, ഞാൻ ഇപ്പോഴാണ് കണ്ടത് മാഡത്തിനെ. മാഡം തന്നെയാണ് നമ്മുടെ അൾട്രാബെറി കൊടുത്തിട്ട് 1 പവന്റെ മാലയാണ് ആ കഴുത്തിലിട്ടിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പൊ കഴിവുകൾ എല്ലാവർക്കും ഉണ്ട്. ആ കഴിവുകളെ നമ്മൾ ഒന്നുകൂടെ പ്രോത്സാഹിപ്പിക്കണം. എന്തുകൊണ്ട് നമുക്ക് ഇതിനകത്തിരിക്കുന്ന മറ്റുള്ളവർക്ക് ആയിക്കൂടാ? നമുക്ക് മോർ പവർ തന്നിട്ടുണ്ട്, അൾട്രാബെറി തന്നിട്ടുണ്ട്, ഈ സാധനങ്ങളൊക്കെ നമുക്ക് സെയിൽ ചെയ്തുകൂടെ? നമ്മൾക്കുള്ള വരുമാനം നമ്മൾക്ക് തന്നെ കണ്ടുപിടിക്കാനുള്ള വഴിയാണിത്. നമ്മുടെ കയ്യിൽ വരുമാനം ഉണ്ടെങ്കിൽ നമ്മൾ ആരുടെയും വിധേയരായി ജീവിക്കണ്ട. നമ്മളുടെ ഇഷ്ടത്തിന് ചെലവാക്കാം, നമ്മളുടെ ഇഷ്ടത്തിന് പോവാം. നമ്മുടെ ഭർത്താവും നമ്മളെ തടയില്ല, കാരണം അവൾക്ക് വരുമാനമുണ്ട്, അവളാണ് ചെലവാക്കുന്നത്. സപ്പോർട്ട് തരത്തേ ഉള്ളൂ നമുക്ക്. അതേസമയം നമ്മളുടെ കയ്യിൽ അതില്ല എങ്കിൽ, നമ്മൾ കുട്ടികളെയും പഠിപ്പിക്കേണ്ടത് അതാണ്. അതില്ല എങ്കിൽ നമ്മളത് മറ്റൊരാൾക്ക് വിധേയമാണ്. അതായത് അവർ പറയുന്നതനുസരിച്ച് നമ്മൾ ജീവിക്കേണ്ടതായിട്ട് വരും. അപ്പോ അങ്ങനെയൊന്നും നമ്മൾക്ക് ഉണ്ടാകാതിരിക്കട്ടെ. ഞാനൊരു ഇറ്റാലിയൻ കഥയിലൂടെ, അതായത് നമ്മുടെ എല്ലാ ലേഡീസും നമ്മളുടെ പവർഫുൾ ആയിരിക്കണം. ഈ ബയോട്ടോറിയത്തിലൂടെ നല്ല നല്ല അച്ചീവ്മെന്റുകൾ നേടിയെടുക്കണം. നിങ്ങൾ എല്ലാവരും വന്നതിന് ശേഷം വേണം എനിക്കും തായ്ലൻഡ് പോകാൻ. ഇപ്പൊ തന്നെ മനോജ് സാറ് പറഞ്ഞു എന്തോ 2-3 മാസത്തിനകം തായ്ലൻഡ് പോകുമെന്ന്. എനിക്ക് ഈ ഇരിക്കുന്ന എല്ലാവരുമായിട്ട് വേണം പോകാനായിട്ട്. എല്ലാവരും എന്റെ കൂടെ ഉണ്ടാവണം. കാരണം ഈ സാറുമാരും ഈ കാണുന്ന മാഡന്മാരും എല്ലാവരും എന്റെ കുടുംബത്തിലെ അംഗങ്ങളാണ്. എന്റെ അച്ഛനും അമ്മയാണ്, എന്റെ സഹോദരങ്ങളാണ്, എന്റെ ചേട്ടന്മാരാണ്, എന്റെ അനിയന്മാരാണ്, എല്ലാവരും ഉണ്ട്. എന്റെ കൂടെ എല്ലാവരും ഉണ്ടായിരിക്കണം. ഞാനൊരു ഇറ്റാലിയൻ കഥ പറഞ്ഞിട്ട് അതിലൂടെ തന്നെ നമ്മുടെ ഈ ഇന്നത്തെ സൂം പ്രോഗ്രാം അവസാനിപ്പിക്കാം. ഇറ്റാലിയൻ ഒരു സിനിമയിൽ പറയുന്നത് ഒരു സിനിമയാണത്. ആ സിനിമയിൽ പറയുന്നത് അതിന്റെ അമ്മയ്ക്കാണ് മക്കളോട് ഏറ്റവും അധികം സ്നേഹം. കാരണം ഒരമ്മയ്ക്ക് ഏറ്റവും വലിയ വേദന എന്താണെന്ന് വെച്ചാൽ, അപ്പൊ ഒരാളോട് ചോദിച്ചപ്പോൾ പറഞ്ഞ അത് പ്രസവ വേദനയാണ്. ശരി തന്നെയാണ്, പ്രസവ വേദന. പക്ഷെ അത് കുഞ്ഞിന്റെ മുഖം കാണുമ്പോൾ ആ പ്രസവ വേദന അവർ മാറും എന്നാ പറയുന്നത്. പക്ഷേ അത് കഴിയെ ആ ഒരു ലേഡി വീണ്ടും ചോദിച്ചു, അത് വേദന തന്നെയാണ്, പക്ഷേ അതിനേക്കാൾ വേദനയുള്ള ഒരു കാര്യം ഉണ്ടെന്ന് പറയും. അപ്പോ കേട്ടുനിന്ന ആള് ചോദിച്ചു അതെന്താണെന്ന് ചോദിച്ചു. അതായത് അമ്മ ജീവിച്ചിരിക്കെ മക്കൾ മരണപ്പെടുന്നത്, അതാണ് ഏറ്റവും വലിയ വേദന. അതുകൊണ്ട് ഈ ഇറ്റാലിയൻ മൂവിയിലൂടെ ഒരു കഥ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഒരു അമ്മയ്ക്ക് ആക്സിഡന്റ് മൂലം ഒരു മകൻ മരണപ്പെട്ടു. അവരുടെ കുഴിമാടത്തിനരികെ ആ അമ്മ ഇരുന്ന് കരയുകയാണ് ഭയങ്കരമായിട്ട്. മകൻ മരണപ്പെട്ടതിന് സമയത്ത് ഒരുപാട് ആൾക്കാർ അതിന് ചുറ്റും കൂടിയിട്ടുണ്ട്. അപ്പോ ആ അമ്മയ്ക്കത് താങ്ങാൻ പറ്റുന്നില്ല, സഹിക്കാൻ പറ്റുന്നില്ല. ആ സമയത്ത് അടക്കം കഴിഞ്ഞു, എല്ലാ ആൾക്കാരും പിരിഞ്ഞു പോയി. പക്ഷെ ആ അമ്മ മാത്രം ആ കുഴിമാടത്തിനരികിൽ നിൽക്കുകയാണ്. ആ സമയത്ത് കാർമേഘങ്ങൾ ഇരുണ്ടുകൂടി, ഒരു മഴ വരാൻ പോകുന്നു. മഴ ചെറുതായിട്ട് ചാർത്തുടങ്ങി. ആ അമ്മ തന്റെ കയ്യിലിരുന്ന കുട നിവർത്തി പിടിച്ചു കുഴിമാടത്തിന് മുകളിലായിട്ട്. എന്നിട്ട് മകനോട് പറയുകയാണ്, മകനെ, നിനക്ക് പനി വരും, മഴ വരുന്നുണ്ട്, ജലദോഷം വരും, അതുകൊണ്ട്
നീ എന്റെ കുടത്താഴിയിലേക്ക് കയറി നിൽക്ക. അതൊരു അമ്മയ്ക്ക് മാത്രമേ പറയാൻ പറ്റൂ. ആ കഥയില്, പ്രിയ സുഹൃത്തുക്കളെ, ആ കഥയില് ഒരു ആകാശത്തിന്റെ കുടയായി നമുക്ക് ചുറ്റും നിൽക്കുന്നത് നമ്മുടെ അമ്മമാരാണ്. അതായത് നിങ്ങൾ ഇന്ന് കാണുന്ന എല്ലാ സാർമാർക്കും, എല്ലാ ആൾക്കാർക്കും ഒരു അമ്മയുണ്ട് വീട്ടില്. നമ്മൾ കാണുന്നില്ലേ, അതൊരു ലേഡിയാണ്. അതായത് നമുക്ക് ആകാശത്തിന്റെ കൂടെയായിട്ട് നമ്മളോടൊപ്പം നിൽക്കുന്ന ഒരു വ്യക്തിയുടെ പേരാണ് അമ്മ, അല്ലെങ്കിൽ ഒരു സഹോദരി, അതല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ജീവിത സഖി, അതുമല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഉറ്റ പെൺസുഹൃത്ത്. ഇതെല്ലാം നിങ്ങളുടെ ഒപ്പം ആകാശത്തിന്റെ കുടയായി നിൽക്കുന്നതാണ്. ആ കുടയെ നിങ്ങൾ ഒരിക്കലും മറക്കരുത്. ഈ ലോകത്തെ എല്ലാം ഉൾക്കൊള്ളുന്ന, ഈ ലോകത്തെ എല്ലാ വിസ്മയവും, അതായത് ജന്മത്തിലൂടെ നമുക്ക് ഈ ലോകം കാണിച്ചു തരുന്ന, ഈ ലോകത്തെ സമ്പുഷ്ടമാക്കുന്ന ഒരു, എന്താ പറയാ, ഒരു മിനിറ്റ്, എന്റെ കണ്ണിൽ നിന്ന് അത് പറയുമ്പോ വെള്ളം വരുന്നുണ്ട്. അതുകൊണ്ടാ, കാരണം ഞാനത് അത്രത്തോളം ഹൃദയത്തിൽ തട്ടിയാണ് പറയുന്നത്. അതായത് നമ്മുടെ എല്ലാം ഈ ലോകത്തെ, അത് ലോകത്തെ സമ്പുഷ്ടമാക്കുകയും ഈ ലോകത്തെ നമുക്ക് കാണിച്ചു തരികയും ചെയ്ത ഒരു മഹാഗ്രന്ഥമാണ് നമ്മുടെ അമ്മ. ആ ഒരു സ്ത്രീയുടെ ജീവിതത്തിന് മുന്നിൽ നമ്മൾ ഇടയ്ക്കെങ്കിലും ഒന്ന് നിന്നിട്ട് ഒരു താങ്ക്സ് പറയണം. എല്ലാ ലേഡികൾക്കും, എല്ലാ അയൺ ലേഡികൾക്കും, എല്ലാ സാർമാർക്കും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി, നന്ദി, നന്ദി. നമസ്കാരം. ശുഭദിനം. താങ്ക് യു സുജ മാഡം. സ്വന്തം ജീവിതത്തിൽ നിന്ന് നമുക്ക് പറഞ്ഞു തന്നതാണ് സുജാ മാഡം. നമുക്ക് എല്ലാവർക്കും സുജാ മാഡത്തിനെ തന്നെ ആകാൻ സാധിക്കും തന്നെയാണ് നമുക്ക് എല്ലാവർക്കും പ്രതീക്ഷിക്കാവുന്നത്. കാരണം ഇത്രയും സ്വന്തം ജീവിതത്തിൽ നിന്നാണ് നമുക്ക് ആ എക്സ്പീരിയൻസ് പറഞ്ഞു തന്നത്. ഇന്ന് ഈ ഗ്രൂപ്പിലുള്ള എല്ലാ ലേഡിമാർക്കും എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഈ മീറ്റിംഗ് കൺക്ലൂഡ് ചെയ്യുന്നതിനായി ഞാൻ മനോജ് സാറിനെ ക്ഷണിച്ചിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു ദേവി മാം, താങ്ക് യു സോ മച്ച്. ഗുഡ് മോർണിംഗ് ലീഡേഴ്സ്, എല്ലാവർക്കും നല്ല ശുഭദിനം ആശംസിക്കുന്നു, വിജയാശംസകൾ നേരുകയാണ്. ഇന്ന് നമ്മുടെ എല്ലാം പ്രിയങ്കരിയായ ബയോട്ടോറിയത്തിന്റെ സ്വകാര്യ അഹങ്കാരമായ സുജമോളാണ് നമ്മളോട് സംവദിച്ചത്. വളരെ ഹൃദയസ്പർശിയായിരുന്നു. എല്ലാവരുടെയും ഹൃദയം തൊട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് സാധിച്ചു. ബിഗ് കൺഗ്രാറ്റുലേഷൻസ്. ഈ അവസരത്തിൽ വളരെ നന്ദി രേഖപ്പെടുത്തുന്ന വിജയാശംസകൾ നേരുകയാണ്. കാരണം അവരുടെ ജീവചരിത്രം മുതൽ ഇങ്ങോട്ട് കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ +2 കഴിഞ്ഞ് ഒരു ജോലിയാണ് നല്ലത് എന്നന്വേഷിച്ച് ലാബ് ടെക്നീഷ്യൻ കോഴ്സ് പഠിച്ചതും, ജോലിക്ക് പോയപ്പോൾ ജോലിയേക്കാൾ കൂടുതൽ കുറേയും കൂടി പഠിക്കണം എന്നുള്ള ചിന്ത വന്നതും, ആ ജോലി ഉപേക്ഷിച്ചുകൊണ്ട് പിന്നീട് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തതും, ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാൻ പോയപ്പോൾ അതിൻ്റെ കൂടെ LIC ചെയ്തുകൊണ്ട് പാർട്ട് ടൈമായിട്ട് പ്രൈവറ്റ് കോളേജിൽ പോയി പഠിച്ചപ്പോൾ അവരനുഭവിച്ച വേദനകളും പ്രയാസങ്ങളും, പക്ഷെ ആ അവസാന റിസൾട്ട് വന്നപ്പോൾ ആ ക്ലാസ്സിലെ ഫസ്റ്റ് റാങ്ക് അച്ചീവറായിട്ട് മാറാൻ സുജമോൾക്ക് സാധിച്ചു എന്നുള്ളതാണ്. അതാണ് ഡെഡിക്കേഷൻ എന്ന് പറയുന്നത്. നമ്മൾ എന്താണോ തീരുമാനിക്കുന്നത് അതിൽ അടിയുറച്ച് നിന്ന് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ജീവിത വിജയം നേടാൻ വേണ്ടി സാധിക്കുന്നുള്ളതാണ് സുജമോൾ ഇവിടെ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. ആർക്കും നമ്മളെ തകർക്കാൻ വേണ്ടി സാധിക്കില്ല. നമ്മൾ എന്ത് ഉറച്ച് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് നേടിയെടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് അവരുടെ ഓരോ അനുഭവവും നമ്മളെ പഠിപ്പിച്ചത്. പിന്നീട് അവിടെ നമ്മുടെ MBA എല്ലാം തന്നെ അവര് വളരെ കൃത്യമായിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിട്ട് ചെയ്തു എന്നുള്ളതാണ്. മറ്റു പല മേഖലകളിൽ സജീവമായിട്ട് നിന്നപ്പോഴും കൂട്ടായ്മയിൽ നിന്നപ്പോഴും ഒക്കെ തന്നെ സാമ്പത്തിക പ്രതിസന്ധി, കൂട്ടുകാരി കാശ് വാങ്ങി പോയപ്പോഴുണ്ടായ പ്രതിസന്ധികളെ കുറിച്ചൊക്കെ ഇവിടെ പറഞ്ഞു. അപ്പൊ ഒരു വളരെ ചെറുപ്പക്കാരിക്ക് ഇത്രയും ഒരു 3-3.5 ലക്ഷം രൂപ ബാധ്യത എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. എന്താണ് ഈ വഴിയെന്ന് ആലോചിച്ച് ആകപ്പാടെ വളരെ പ്രയാസത്തിൽ, അതാ പറഞ്ഞ അടുത്ത മരണം ഉടനെ കാണുമെന്ന് നാട്ടുകാർ പറഞ്ഞപ്പോൾ ആലോചിച്ച് നോക്കണം. അതിനെല്ലാം അതിജീവിക്കാൻ വേണ്ടി സാധിച്ചത് തന്റെ മനക്കരുത്ത് കൊണ്ടാണ്. അതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്ത് പ്രതിസന്ധി ഉണ്ടാകുന്നത് നിങ്ങളുടെ മനക്കരുത്ത്, നമ്മളെ ആവേശത്തോടെ മുന്നോട്ട് നയിക്കാനുള്ള ഒരു മനക്കരുത്ത് നിങ്ങൾക്ക് ഉണ്ടാകണമെന്നുള്ളതാണ്. കാരണം ഏറ്റവും കൂടുതൽ മനക്കരുത്തുള്ളവര് സ്ത്രീകളാണ് തന്നെയാണ് നമ്മൾ പറയാറുള്ളത്. പുരുഷന്മാരെക്കാൾ കൂടുതൽ മനക്കരുത്ത് സ്ത്രീകൾക്കാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ മനക്കരുത്ത് സ്ത്രീകൾക്ക് തന്നെയാണ് പുരുഷന്മാരൊക്കെ. സ്ത്രീകൾ പെട്ടെന്ന് കരയും, പക്ഷെ പുരുഷന്മാര് കരയില്ലെങ്കിലും ഉള്ളിൽ ഭയങ്കര പ്രയാസം ഉണ്ടാവും അവർക്ക്.
അപ്പൊ ഏറ്റവും കൂടുതൽ മനക്കരുത്ത് സ്ത്രീകൾക്ക് തന്നെയാണ് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് നമ്മുടെ സുജാ മോളുടെ ജീവിതാനുഭവങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത് എന്നുള്ളതാണ്. ഒരു സംശയവും വേണ്ട. ആത്മാർത്ഥമായിട്ട് നമ്മൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ ജീവിതത്തിൽ വലിയ മുന്നേറ്റം നടത്താൻ വേണ്ടി നമുക്ക് സാധിക്കുമെന്ന് ഒരു സഹോദരി എന്നുള്ള നിലയിൽ നമ്മളെ ഇന്ന് വളരെ വ്യക്തമായിട്ട് ബോധവൽക്കരിക്കുന്ന ഒരു ക്ലാസ്സാണ് അവരിവിടെ നടത്തിയത്. ഒരു സംശയമില്ല കാര്യത്തിൽ. അതോടൊപ്പം അവസാനം അവര് പറഞ്ഞ അമ്മ എന്ന രണ്ടക്ഷരം അല്ലെ, അതാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ സത്യവും ദൈവവും എന്ന് പറയുന്നത്. അമ്മ, അമ്മയെ കഴിഞ്ഞാൽ അപ്പുറത്തെ ബാക്കിയല്ല ഉള്ളൂ. അമ്മയെ കഴിഞ്ഞാൽ മാത്രമേ ബാക്കി സത്യവും ബാക്കി ദൈവവും ഉള്ളൂ എന്നുള്ളതാണ്. നമുക്ക് ജന്മം നൽകിയ അമ്മ 10 മാസം ചുമന്നുകൊണ്ട് അല്ലെ, ആലോചിച്ച് നോക്കണം. പുരുഷന്മാർക്കൊന്നും അതിനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റില്ല. 10 മാസം സ്വന്തം വയറ്റിൽ ചുമന്നുകൊണ്ട് അല്ലെ, അതിലിട്ട് കൈകാലുകളൊക്കെ ഇങ്ങനെ അടിക്കുമ്പോൾ അമ്മയുടെ ഒരു സന്തോഷം ഉണ്ടാവും. കുട്ടി വയറ്റിൽ ഇങ്ങനെ അനങ്ങുമ്പോൾ ആലോചിച്ച് നോക്കണം. അത് കഴിഞ്ഞ് പുറത്തേക്ക് കരഞ്ഞുകൊണ്ട് വരുമ്പോ ആദ്യം തന്നെ കുട്ടി വിളിക്കുന്നത് അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുകയാണ്. അമ്മ എന്ന് പറയുന്ന ആ രണ്ടക്ഷരം കുട്ടികളെ നമ്മളെ ആരും പഠിപ്പിക്കുന്നില്ല, നമ്മളെ ആരും പഠിപ്പിച്ചു തന്നിട്ടില്ല അമ്മ അമ്മ. നമ്മൾ സ്വയം ഈ പ്രകൃതി നമ്മളെ പഠിപ്പിക്കുന്ന അല്ലെ ലോകത്തിലെ ഏറ്റവും മധുരമനോഹരമായ വാക്കാണ് അമ്മ എന്നുള്ളത്. അതിൽ കറഞ്ഞിട്ട് വേറെ വാക്കില്ല. അതാണ് എക്സ്ട്രീം വാക്ക് എന്ന് പറയുന്നത്, അമ്മ എന്ന് പറയുന്ന ആ രണ്ടക്ഷരം. അത് നമ്മളെ ആരും പഠിപ്പിക്കുന്നില്ല. നമ്മൾ കരഞ്ഞുകൊണ്ട് വിളിക്കുക അമ്മ 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 അല്ലെ. പക്ഷെ അച്ഛൻ എന്നത് നമ്മളെ അമ്മയാണ് പഠിപ്പിക്കുന്നത്. അച്ഛൻ അല്ലെ, അച്ഛൻ അച്ഛൻ എന്നിങ്ങനെ കുറെ പ്രാവശ്യം നമ്മളെ പറഞ്ഞ് പഠിപ്പിക്കുമ്പോഴാണ് നമ്മൾ അച്ഛനെ അച്ഛ എന്ന് വിളിക്കാറുള്ളൂ. അതുകൊണ്ട് ആ അമ്മയുടെ സ്നേഹവും പരിലാളനയും കേട്ടിട്ടാണ് നമ്മൾ ഓരോരുത്തരും വളർന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പിക്ക് കാണാൻ ഇടവന്നു. ആ പിക്കിൽ പറഞ്ഞ അദ്ദേഹം ഫോൺ റിപ്പയർ ചെയ്യാൻ കൊണ്ട് കൊടുക്കുക. നിങ്ങൾ കണ്ടിട്ടുണ്ടോ അറിയില്ല, നമ്മളെ ഗ്രൂപ്പിൽ വന്നതാണത്. ഫോൺ റിപ്പയർ ചെയ്യാൻ കൊണ്ട് കൊടുക്കുക, വളരെ വയസ്സുള്ള ഒരാള്. ഇപ്പൊ റിപ്പയർ ചെയ്യാൻ കൊണ്ട് കൊടുത്തപ്പോ അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ ഫോണിന് യാതൊരു കംപ്ലൈന്റും ഇല്ലല്ലോ എന്ന് പറഞ്ഞു. കംപ്ലൈന്റ് ഇല്ലേ? ഇല്ലെന്ന് പറഞ്ഞു. എന്നാൽ എന്റെ മക്കൾ എന്നെ വിളിക്കുന്നില്ലല്ലോ. മനസ്സിലായ? പ്രായമാകുമ്പോ നമ്മുടെ അച്ഛനും അമ്മയും ആഗ്രഹിക്കുന്നത് മക്കളുടെ ഒരു സ്നേഹമാണ്, പണം കൊടുക്കാനല്ല. അവരെ വിളിക്കാനും അവരുടെ അടുത്ത് ചെന്ന് ഇരിക്കാനും അവരെ സന്തോഷിപ്പിക്കാനും അവരെ സ്നേഹിക്കാനും ഉള്ളൊരു മനസ്സ് നമ്മൾക്കുണ്ടാവണം. അപ്പൊ എന്റെ ഫോണിന് തകരാറൊന്നും ഇല്ലെങ്കിൽ എന്റെ മക്കൾ എന്നെ വിളിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ആ പ്രായമായ അവര് കരയ. ആലോചിച്ചു നോക്കണം. ഇങ്ങനെയുള്ള ഒരു സമൂഹത്തിലാണ് സുഹൃത്തുക്കളെ നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് അമ്മ എന്ന് പറയുന്ന ആ സ്നേഹം എന്ന് പറയുന്ന ആ വാക്ക്, ആ രണ്ടക്ഷരം നമ്മളെ പഠിപ്പിച്ചതിന്റെ മാസ്മരികതയെ കുറിച്ച് അവരിവിടെ അവസാനം സൂചിപ്പിച്ചു. എന്തായാലും വളരെ ഒരു എന്താ പറയുക, എല്ലാവരുടെയും ഹൃദയം തൊട്ട് സംസാരിക്കാൻ വേണ്ടി സുജമോൾക്ക് സാധിച്ചു. ബിഗ് ബിഗ് കൺഗ്രാജുലേഷൻ. ഇതിൽ നിന്ന് നമുക്ക് ഒത്തിരി പാഠങ്ങൾ പഠിക്കാനുണ്ട്. 2 ബയോട്ടോറിയം പ്രൊഡക്ട്സും അതിന്റെ പ്ലാനും മാത്രമല്ല രാവിലത്തെ ഈ പ്രോഗ്രാമിൽ കിട്ടുന്നത്. ഒരു മനുഷ്യന് എങ്ങനെയാണ് യഥാർത്ഥ മനുഷ്യനായി ജീവിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് വളരെ അവബോധം നൽകുന്ന ഒരു നല്ലൊരു ക്ലാസ് ആയിരുന്നു സുജമോളുടേത്. എല്ലാവർക്കും അതിൽ നമുക്ക് പലതും പഠിക്കാനുണ്ട്, പകർത്താനുണ്ട്, പകർത്തി കൊടുക്കാനും ഉണ്ട് എന്നുള്ള ഒരു കാര്യം എല്ലാവരും മനസ്സിലാക്കുക എന്നുള്ളതാണ്. നമ്മൾ വിചാരിച്ചാൽ എല്ലാം നേടിയെടുക്കാൻ വേണ്ടി സാധിക്കും. അതാണ് സുജമോൾ ഇന്ന് വരെ വെച്ച എല്ലാ കോൺടെസ്റ്റും വിജയിച്ചിട്ടുണ്ട്. കമ്പനിയുടെ തന്നെ ഏറ്റവും ടോപ്പ് കോൺടെസ്റ്റ് അല്ലെ, തായ്ലൻഡ് ട്രിപ്പ് അച്ചീവ് ചെയ്തു അവർ നിസ്സാര സമയം കൊണ്ട്. ഓരോ ട്രിപ്പുകളും ഓരോ ലീഡേഴ്സും പറഞ്ഞ എല്ലാ ട്രിപ്പുകളും അവർ അച്ചീവ് ചെയ്തിട്ടുണ്ട്. എത്രയും ഫാസ്റ്റ് ആയിട്ട് കേരളത്തിലെ ഒരു കോടീശ്വരിയായിട്ട് ബയോട്ടോറിയത്തിലൂടെ തിളങ്ങുന്ന മിന്നുന്ന ഒരു താരമായിട്ട് സുജമോൾക്കും അവരുടെ ടീമിനും എത്രയും പെട്ടെന്ന് ഫാസ്റ്റ് ആയിട്ട് അച്ചീവ് ചെയ്യാൻ വേണ്ടി സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ്. ഇനിയും ഇതുപോലുള്ള അവസരങ്ങൾ വരുമ്പോൾ മറ്റുള്ളവരും നിങ്ങളുടെ ഓരോ കാര്യങ്ങളും ഇതേപോലെ പ്രോഗ്രാമിൽ വന്ന് സംസാരിക്കുക. അത് മറ്റുള്ളവർക്ക് പ്രചോദനമാകും. കാരണം ബയോട്ടോറിയം മുന്നോട്ട് പോകുമ്പോൾ നമ്മളെ തന്നെ പിന്നോട്ട് വലിക്കാനുള്ള ചില ശക്തികൾ നമ്മുടെ കൂടെ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. കൂടെ നിൽക്കുന്ന ആളുകളെ തന്നെ നെഗറ്റീവ് പറയുന്ന ആളുകളുണ്ട്. ഇതൊന്നും ഇനി നടക്കാൻ വേണ്ടി പോകുന്നില്ല, വേറെ പണി നോക്കാം നമുക്ക്. മനസ്സിലായ? ഇതൊന്നും നടക്കൂല, ഇതൊന്നും രക്ഷപ്പെടാൻ വേണ്ടി പോകുന്നില്ല എന്ന് പറഞ്ഞ് നെഗറ്റീവ് ഒന്നിച്ച് നടക്കുന്ന ആളുകളെ നെഗറ്റീവ് പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാനസികമായിട്ട് തകർക്കാനും തളർത്താനും ശ്രമിക്കുന്ന ചില ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ തന്നെയുണ്ട്. കാരണം അത് അവരുടെ കോൺഫിഡൻസ് കുറവാണ്. അവരെ കുറ്റം പറയുന്നില്ല ഞാൻ. അവർക്ക് കോൺഫിഡൻസ് ഇല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ നെഗറ്റീവ് ടോക്സ് വരുന്നത്. ആ നെഗറ്റീവ് ടോക്സ് നിങ്ങളുടെ മനസ്സിൽ വരികയോ നിങ്ങൾ അത് മറ്റുള്ളവരോട് പറയുകയോ ചെയ്താൽ എന്താ പറയാ, തീർന്നു എന്നുള്ളതാണ്. തുരുമ്പ് പിടിക്കും പോലെ നമ്മൾ ഈ ഇൻഡസ്ട്രിയിൽ നിന്ന് ഇല്ലാതാകും, ഒരു സംശയവും വേണ്ട. അതുകൊണ്ട് പോസിറ്റീവായിട്ട് എല്ലാ കാര്യങ്ങളും എടുക്കാൻ വേണ്ടി സാധിക്കണം. ആരെന്ത് നെഗറ്റീവ് പറയുന്നവരുടെ ഫോൺ കോൾ നിങ്ങൾ എടുക്കാതിരിക്കുക, അവരായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നിർത്തുക, അവരായിട്ടുള്ള ബന്ധങ്ങൾ ഉപേക്ഷിക്കുക എന്നുള്ളതാണ്.
അതുകൊണ്ട് പോസിറ്റീവായിട്ട് ചിന്തിക്കുക. ഞാനൊക്കെ ഇതിനകത്ത് വിജയിച്ചതിന്റെ കാര്യം ഞാനതാണ് പറഞ്ഞത്. ഞാനൊക്കെ വിജയിച്ച അന്ന് മുതലേ നെഗറ്റീവായിരുന്നു. ഞാൻ തുടങ്ങുന്ന കാലം മുതൽ നെഗറ്റീവായിരുന്നു. ഈ കമ്പനി ഒന്നും അധികകാലം നിലനിൽക്കില്ല മനോജെ, ഇതൊക്കെ ബോംബെ കമ്പനിയാണ്, മനസ്സിലായ? ഇത് പൂട്ടിപ്പോകും, ഇതിനകത്ത് ഒന്നുമില്ല, ഈ 4 പ്രൊഡക്റ്റും വെച്ചിട്ട് എന്താണ് ഇതൊക്കെ ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്ന് പറഞ്ഞ് അന്ന് കളിയാക്കിയ ആളുകളുണ്ട്. ഫാമിലി ബോണസ് 6000 അന്ന് 5025 രൂപയാണ്. 5025 രൂപ ഫാമിലി ബോണസ്, അതൊന്നും കൊടുക്കാൻ പറ്റില്ല കേട്ടാ. ഇത്രയും വരുമാനം എങ്ങനെ കൊടുക്കും? നീ ഒന്ന് ചിന്തിച്ച് നോക്ക്. ഇത് പൂട്ടും, 6 മാസം ഉണ്ടാവില്ല എന്ന് പറഞ്ഞ ആൾ. അന്ന് മുതൽ ഇന്ന് വരെയും ഈ കമ്പനി എപ്പോ പൂട്ടും എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ച ആളുകൾ 100 കമ്പനികളിലേക്ക് അതിനുശേഷം പോയപ്പോഴും ഇന്നും തെരുവിലൂടെ അലഞ്ഞു നടക്കുകയാണ്. ഇന്നും നടക്കുകയാണ് പുതിയ കമ്പനി അന്വേഷിച്ചിട്ട്. ആലോചിച്ച് നോക്കണം നിങ്ങൾ. അതിനുശേഷം അവര് നിരവധി കമ്പനികളിൽ കയറി ഇറങ്ങി. ഇന്നും ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെഗുലർ ആയിട്ടുള്ള ഒരു വരുമാനത്തിലേക്ക് അവർക്ക് എത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് മനുഷ്യ മനസ്സ് പറഞ്ഞാൽ നെഗറ്റീവാണ്, നമുക്കറിയാം. എപ്പോഴും നെഗറ്റീവ് ചിന്തയാണ്. നമ്മളത് മനസ്സിലാക്കിക്കൊണ്ട് വേണം ഇത് ഏറ്റെടുത്തിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്. മറ്റുള്ളവരുടെ മസ്തിഷ്കമല്ല നിങ്ങളെ ഭരിക്കപ്പെടേണ്ടത്. നിങ്ങൾക്ക് സ്വയം ഒരു തീരുമാനം ഉണ്ടാകണം, അല്ലെ? 6 മാസം ഈ കമ്പനി ഉണ്ടാവും എന്ന് പറഞ്ഞ കമ്പനി ഇന്നിപ്പോ 6 കൊല്ലമായിട്ട് ഇന്ത്യയിലെ നമ്പർ 1 ഡയറക്ട് സെല്ലിംഗ് കമ്പനികളിൽ ഇല്ലേ ഒന്നാമതാകാൻ വേണ്ടി പോവാണ് സുഹൃത്തുക്കൾ. ഒരു സംശയവും വേണ്ട കാര്യത്തിൽ, നിങ്ങൾക്കറിയാം. അങ്ങനെ പിന്നീട് ഓരോ മാറ്റങ്ങൾ വന്നു. എല്ലാ കമ്പനിക്കാരും വരുമാനം കുറക്കുമ്പോൾ നമ്മുടെ കമ്പനി ബൂസ്റ്റർ ബോണസ് എന്നുള്ളതിൽ 2026 സ്റ്റാർട്ടിങ്ങിൽ നല്ലൊരു എമൗണ്ട് വന്നു. ഫീൽഡിൽ പോയിട്ട് വേർപ്പൊഴുകുന്ന ആൾക്ക് കാശ് കിട്ടുന്നു, ഓൺ ദ സ്പോട്ട് കിട്ടും, അല്ലേ? ഒരു സംശയവും വേണ്ട. അതുകൊണ്ട് അതിൽ പ്രവർത്തിക്കാൻ തയ്യാറാകുക എന്ന് മാത്രമാണ് വിജയിക്കാനുള്ളത്. അതുകൊണ്ട് നെഗറ്റീവ് പറയുന്ന ആളുകളോട് നമുക്ക് പറയാനുള്ളത്, സുജമോളാണ് നിങ്ങളുടെ ഏറ്റവും വലിയ മാതൃക എന്ന് പറയുന്നത്. സുജമോളെ കണ്ടുപഠിക്കുക. ചായ കുടിക്കാൻ പോയപ്പോ അവിടെയും ഇല്ലേ കോൺസെപ്റ്റ് സംസാരിച്ചു, ഉടനെ താടി കയറി മുഴുവൻ അങ്ങോട്ട് കൊടുക്കരുത്. അതിനൊക്കെ ഒരു സിസ്റ്റം ഉണ്ട്. അവരെ പരിചയപ്പെടുക, അവരായിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് നിലനിർത്താൻ വേണ്ടി നോക്കുക. അതിനുശേഷം നമ്മൾ പ്രോഗ്രാം കൊടുക്കുക, ഘട്ടം ഘട്ടമായിട്ട് കൊടുക്കണം. അവരിലേക്ക് നമ്മളെ ഇങ്ങനെ ദാഹിച്ചു നിൽക്കണം. ഇതൊന്ന് കേട്ടാൽ മതിയായിരുന്നു, അതുപോലുള്ള ഒരു വൈബ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് അവിടെ നിന്ന് വരാൻ വേണ്ടിയിട്ട്, ഫുള്ളായിട്ട് പറയാതെ ജസ്റ്റ്. അപ്പൊ നമുക്ക് വേണ്ടി അവര് ദാഹിക്കുന്ന ഒരു സമയം ഉണ്ടാവും. ഇത് ഒന്നിരിക്കെ പറഞ്ഞു തന്നിരുന്നെങ്കിൽ മനസ്സിലായ? ആ രീതിയിലേക്ക് നമുക്ക് ആളുകളെ കൊണ്ടുവരാൻ വേണ്ടി സാധിച്ചെങ്കിൽ, റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്താൽ നമുക്ക് വലിയൊരു ഹ്യൂജ് ഫൈനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് ഫാസ്റ്റ് ആയിട്ട് എത്താൻ വേണ്ടി പറ്റുന്ന സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. ഇപ്പോഴും കൂടെ നിന്നിട്ട് നെഗറ്റീവ് പറയുന്ന ലീഡേഴ്സ് നമ്മുടെ കൂടെ ഉണ്ട്, മനസ്സിലായ? അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് എനിക്ക് പറയാനുള്ളത്, കമ്പനി മുന്നോട്ട് പോകും, പ്രയാസങ്ങളൊന്നുമില്ല. കമ്പനിയെ സംബന്ധിച്ചിടത്തോളം പുതിയ പ്രൊഡക്റ്റുകൾ വരും. നെഗറ്റീവ് പറയുന്നവര് ഈ ഇൻഡസ്ട്രിയിൽ നിന്ന് ഔട്ടാവും. ഇത്രേ എനിക്ക് പറയാനുള്ളൂ. അതുകൊണ്ട് ഇന്നത്തെ ഈ പ്രോഗ്രാമുകൾ പങ്കെടുത്ത ഓരോരുത്തർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. സുജമോൾക്കും ടീമിനും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ പ്രോഗ്രാം പ്രത്യേക ഒരു വൈബായിരുന്നു മാത്രം പറഞ്ഞുകൊണ്ട്, നാളെ കോഴിക്കോട് BOP ആണ്. ആ പ്രദേശത്തിലെ എല്ലാ ലീഡേഴ്സും പുതിയ ഗസ്റ്റുകളുമായിട്ട് അവിടെ എത്തണം. നാളത്തെ പ്രോഗ്രാമിൽ ഞാൻ അവിടെ ഉണ്ടാവും. ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. അതുകൊണ്ട് എല്ലാ ലീഡേഴ്സും അവിടെ എത്തിച്ചേരും. അതുപോലെ തന്നെ പെരുമ്പാവൂർ BOP ആണ്. ഈ എറണാകുളം പ്രദേശത്തുള്ള എല്ലാ ലീഡേഴ്സും പെരുമ്പാവൂർ BOP പ്രോഗ്രാം സെന്ററുകളിൽ നമ്മുടെ സാന്നിധ്യം ഉണ്ടാകണം വിജയിക്കണമെങ്കിൽ. അതാണ് പ്രോഗ്രാമിൽ വരുമ്പോഴാണ് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും നമ്മുടെ ഒരു പോസിറ്റീവ് വൈബിലേക്ക് നമ്മളെ മൈൻഡ് സെറ്റിനെ കൊണ്ടുപോകാനും സാധിക്കുന്നത്. അവിടെ എല്ലാവരും പ്രോഗ്രാമിൽ സജീവമാകുക. അതോടൊപ്പം ഇന്ന് ബുധനാഴ്ചയാണ്. ഇന്ന് രാത്രി MBR സാറിന്റെ കിടിലൻ ക്ലാസ് ആണ്. നമുക്കറിയാം, ഓഡിറ്റോറിയത്തിൽ വിജയിക്കണമെങ്കിൽ നമ്മുടെ പ്രൊഡക്ട്സ് ആണ് നമ്മൾ ഓരോരോ അടുത്ത് ചെന്ന് പറയേണ്ടത്, അല്ലെ? ആ പ്രൊഡക്ട്സിനെ കുറിച്ച് നിങ്ങൾക്ക് നല്ല അറിവുണ്ടാകണം. ആ അറിവ് നൽകാനാണ് നമ്മൾ സൂമിലൂടെയും ഫിസിക്കലും ഒക്കെ പ്രോഗ്രാം വെക്കുന്നത്. ആ പ്രോഗ്രാം ഇന്ന് എല്ലാവരും പങ്കെടുക്കണം. ഇപ്പൊ 152ഓളം പേര് ഇപ്പൊ നേരത്തെ ഉണ്ടായിരുന്നു. നിങ്ങൾ എല്ലാവരും ഈ 2 പേരെ വെച്ച് കൊണ്ടുവന്നാൽ, നിങ്ങളുടെ ടീം എന്നുള്ള 2 പേരെ വെച്ച് കൊണ്ടുവന്നാൽ ഒരു 450 പേര് ആ പ്രോഗ്രാമിൽ എത്തും. അതുകൊണ്ട് എല്ലാവരും അതിന്റെ ലിങ്ക് അല്പസമയത്തിനുള്ളിൽ വരും. നല്ല അടിപൊളി പ്രോഗ്രാം ആയിരിക്കും. നമ്മളെ പ്രൊഡക്ട്സിനെ കുറിച്ച് കൃത്യമായിട്ട് അറിവ് നൽകുന്ന പ്രോഗ്രാം ആയിരിക്കും. അതൊരു പേനയും പുസ്തകമായിട്ട് അവിടെ ഇരുന്ന് പ്രധാനപ്പെട്ട പോയിന്റ്സുകളെല്ലാം നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി സാധിക്കും. പുതിയ കസ്റ്റമർ അടുത്തേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് അത് ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി സാധിക്കും. അങ്ങനെ ഷെയറിങ്ങിലൂടെ കൂടുതൽ നല്ലൊരു നോളജ്, പ്രൊഡക്റ്റ് നോളജ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയ സെയിൽസ് എടുക്കാനും വലിയ അച്ചീവ്മെന്റ്സിൽ എത്തിക്കാനും സാധിക്കും. അപ്പൊ ലിങ്ക് അല്പസമയത്തിനുള്ളിൽ വരും. ആ ലിങ്ക് വന്ന ഉടനെ എല്ലാവരും ലിങ്ക് പരമാവധി പുതിയ ഗസ്റ്റുകളിലേക്ക് ഷെയർ ചെയ്യുക, അവരെ ഫോളോ അപ്പ് ചെയ്യുക. ആ പ്രോഗ്രാം തുടങ്ങുന്നതിന് പിന്നെയും വിളിക്കുക. അവർ 7 മണിക്ക് ഒന്നും കൂടെ വിളിച്ച് ഓർമ്മപ്പെടുത്തുക. 7:45 വിളിക്കുക. അവർ കയറിയിട്ടുണ്ടോ നോക്കുക. നിങ്ങൾ കയറുക. പ്രോഗ്രാം കഴിയുന്നവരെ ഒന്ന് ഇരിക്കാൻ പറയും. ഒരു ദിവസമല്ല, ഇത്രയും വലിയ ജീവിതത്തിനിടയിൽ ഒരു 2 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂർ ഇതിനകത്തൊന്ന് ശ്രദ്ധിക്കാൻ നിങ്ങൾ പറയാ. നിങ്ങൾ അവരെ വാച്ച് ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം അവരുമായിട്ട് നേരിട്ട് പോയി സംവദിച്ചാൽ അവരെ ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് എല്ലാവരും ഇന്നത്തെ പ്രോഗ്രാമിൽ സജീവമാകുക. കൂടുതൽ ആളുകളായിട്ട് എത്തിച്ചേരണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വിജയാശംസകളോടെ നിർത്തട്ടെ.
ബയോട്ടോറിയം അതിന്റെ ശക്തമായ പാതയിലൂടെ മുന്നോട്ട് പോകും. കൂടെ നിൽക്കുന്ന ഓരോരുത്തർക്കും വലിയ സ്വപ്നങ്ങൾ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അതെല്ലാം നേടിയെടുക്കാൻ വേണ്ടി സാധിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നാളെ നടക്കുന്ന പ്രോഗ്രാം സെന്ററിലേക്ക് എല്ലാവരും പുതിയ ഗസ്റ്റുകളുമായിട്ട് എത്തിച്ചേരണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് നിർത്തട്ടെ. താങ്ക് യു വെരി മച്ച്. ജയ് ജയ് ഈ ബയോട്ടോറിയം.